ആദ്യം തന്നെ ഇങ്ങനൊരു അവസരം തന്ന ആ ഭഗവാന് പ്രത്യേക നമസ്കാരം. വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. വിഷയം എന്താണെന്ന് വെച്ചാൽ മഹാഭാരതത്തിലെ സ്ത്രീരത്നങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേൾക്കണില്ലേ? മഹാഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ എത്രയാണ് വലുതാണ്. ആദ്യം ഭഗവാനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് തുടങ്ങാം. ത്വത്പാദംബുജമർച്ചയാമി പരമം ത്വാം ചിന്തയാമ്യന്വഹം ത്വാമീശം ശരണം വ്രജാമി വജസ ത്വാമേവ യാചേ വിഭോ വീക്ഷാമ്മേതി സചക്ഷുഷീം സകരുണാം ദിവ്യൈ സ്ഥിരം പ്രാർത്ഥിതാം ശംഭോ ലോകഗുരോ മദീയ മനസഃ സൗഖ്യോപദേശം കുരു. എന്താണ് എന്ന് വെച്ചാൽ മഹാഭാരതം മഹത്വാത് ഭാരത്വാത് മഹാഭാരതം ഉച്യതേ. മഹാനായതുകൊണ്ടും നല്ല ഭാരമുള്ളത് കൊണ്ടും മഹാഭാരതം എന്നാണ്. ഈ മഹാഭാരതം എഴുതിയത് വേദവ്യാസ മഹർഷിയാണ്. പറഞ്ഞാൽ അതിശയം തോന്നും. 1.25 ലക്ഷം ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. യദ് ഇഹ അസ്തി ന തദന്യത്ര എന്നേഹാസ്തി ന തത് ക്വചിത് എന്നാണ്. ഈ ഭാരതത്തിലുള്ളത് മറ്റിടത്ത് ചിലപ്പോൾ കാണാൻ കിട്ടിയില്ല എന്ന് വരാം. പക്ഷെ ഭാരതത്തിൽ എന്തെങ്കിലും പറയാത്തതുണ്ടെങ്കിൽ അത് ഒരിടത്തും ഇല്ല എന്നാണ്. അപ്പം അതിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ മഹാഭാരതം എന്നുള്ളതിലെ ഒരു ശ്ലോകമെങ്കിലും പറഞ്ഞാൽ 10,000 പശുക്കളുടെ കൊമ്പില് സ്വർണം കെട്ടി കാലിലെ കുളമ്പില് വെള്ളി കെട്ടിയിട്ട് ദാനം ചെയ്ത മഹത്വം എന്നാണോ? എത്ര വലിയതാണ്. അപ്പൊ മഹാഭാരത കഥ എല്ലാവർക്കും അറിയുന്ന കഥകൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകണം എന്നാണ്. ഇവിടെ എന്നോട് സ്ത്രീ കഥാപാത്രങ്ങളാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. മഹാഭാരതത്തിൻ്റെ തന്നെ നെടും തൂണുകളായിട്ടുള്ള സ്ത്രീകൾ കുന്തിദേവി, ഗാന്ധാരി, സത്യവതി, ദ്രൗപദി. ഇതിൽ ആരെങ്കിലും ഒന്നില്ലെങ്കിൽ മഹാഭാരത കഥയില്ല. അതോടുകൂടി നിർത്തിയില്ല വേദവ്യാസൻ. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കാട്ടില് താമസിക്കേണ്ടി വന്ന കാലത്ത് യുധിഷ്ഠിരാദികൾക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സിനൊരു മടുപ്പ്. ആർക്കായാലും തോന്നുമല്ലോ, ഞങ്ങൾ ഈ കഷ്ടത്തിൽ അകപ്പെട്ടുവല്ലോ എന്നൊരു തോന്നൽ വരുമ്പോഴൊക്കെ അവിടെ ഏതെങ്കിലും മഹർഷിമാർ വരും. ധൗമ്യൻ, മാർക്കണ്ഡേയൻ പറഞ്ഞ മഹർഷിമാരൊക്കെ അവർ വന്നിട്ട് ഓരോ ഉപാഖ്യാനങ്ങൾ പറഞ്ഞ് ഇവരുടെ മനസ്സിനെ തെളിപ്പിക്കും. അപ്പൊക്കെ അവർ പറയുന്നത് ദ്രൗപദിയുടെ ഒരു കഷ്ടകാലം, ദ്രുപദ രാജാവിൻ്റെ മകളായി അഗ്നിയുടെ പുത്രിയായി ജനിച്ച ഈ ദ്രൗപദിക്ക് ഇത്രയും കഷ്ടങ്ങൾ അനുഭവപ്പെടേണ്ടി വരുന്നല്ലോ എന്ന് യുധിഷ്ഠിരാദികൾ സങ്കടപ്പെടുമ്പോഴൊക്കെ ഓരോ ഉപാഖ്യാനങ്ങൾ പറയും. അതിൽ 3 കഥാപാത്രങ്ങൾ പ്രധാനമാണ്, സ്ത്രീ കഥാപാത്രങ്ങൾ. ഒന്ന് ദമയന്തി, ഒന്ന് ശകുന്തള, മറ്റൊന്ന് സാക്ഷാൽ ആരാണ്? നമ്മുടെ സാവിത്രി ഉപാഖ്യാനം പറയും, സാവിത്രി. ഈ 3 പേരുടെ കഥ പറഞ്ഞതോടുകൂടി യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിലായി ഞങ്ങളൊന്നുമല്ല, കഷ്ടപ്പെട്ടതൊക്കെ അവരാണ്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മളുടെ ഒരു ദുഃഖം പറയുമ്പോൾ അതിനേക്കാളും ദുഃഖമുള്ളത് ഞങ്ങൾ അനുഭവിച്ചതാണെന്ന് പറയുമ്പോൾ നമുക്കൊരാശ്വാസം. അങ്ങനെ ആശ്വാസം കൊടുത്ത കഥകൾ. അങ്ങനെ വേദവ്യാസ ചിന്തകൾ എന്ന് തന്നെ നമുക്ക് പ്രത്യേകിച്ചെടുക്കാം. വേദവ്യാസ ചിന്തകളില് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. കൃതയുഗം പോട്ടെ, ത്രേതായുഗത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ വിധേയരാണ്. നമുക്കറിയാം കൗസല്യ, കൈകേയി, സുമിത്ര. അതിൽ കൈകേയി മാത്രം എടുത്തു നിന്നാലും ശരിക്കും ദശരഥ ചക്രവർത്തിക്ക് വിധേയ തന്നെയാണ്. ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ പുറപ്പെടുമ്പോൾ ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ കൗസല്യയോട് പതിധർമ്മത്തിനെ ഉപദേശിച്ച് ഭർത്താവിനെ ശുശ്രൂഷിക്കലാണമ്മ പ്രധാന കടമ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച രംഗം. സീതയും ഛായേവ അനുഗത, ഒരു നിഴൽ എന്ന പോലെ പിന്തുടർന്നു. ഗൗതമപത്നിയായ അഹല്യം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും വിധേയത്വമുള്ളവരായിരുന്നു. എന്നാൽ ദ്വാപരയുഗത്തിലെ വ്യാസഭഗവാൻ അവതരിച്ച കഥാപാത്രങ്ങളൊക്കെ
പ്രത്യേക ശക്തിയുള്ളവരായിരുന്നു. ബുദ്ധി കൊണ്ട് ഉയർന്നവര്, ശക്തി കൊണ്ട് ഉയർന്നവര്, ആജ്ഞാശക്തി കൊണ്ട് ഉയർന്നവര്. അങ്ങനെ ആ കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ മഹാഭാരതമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ തിരഞ്ഞെടുത്ത് തന്നത് മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന്. ഇതിഹാസ നായിക, നമുക്ക് മഹാഭാരതത്തിന്റെ ഇതിഹാസ നായിക ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും പഞ്ചപാണ്ഡവന്മാരുടെ പത്നിയായ ദ്രൗപദി. സംശയമില്ല അല്ലേ? ദ്രൗപദി എന്ന് പറയും. ദ്രൗപദി ശരി തന്നെയാണ് എന്ന് പറയുന്ന സമയത്ത് സ്ത്രീ ദർശനം, ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്ത്രീ ദർശനം പറഞ്ഞപ്പോൾ കീർത്തി ശ്രീ എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. കീർത്തി ഉണ്ടാക്കുന്നവളാണ് ശ്രീ, ഐശ്വര്യം ഉണ്ടാക്കുന്നവളാണ്, ഈശ്വരിയാണ്, എന്തിനേയും ആജ്ഞാപിച്ച് നടത്താൻ ശക്തിയുള്ളവളാണ്. ഇതൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ നിരത്തിയിട്ടാണ് വേദവ്യാസൻ മഹാഭാരതം എഴുതിയത്. അതിലെ ആത്മധൈര്യം, ഉൾക്കരുത്ത്, ജീവിതത്തിന്റെ സങ്കീർണതകളിൽ നിന്ന്, അതിലൊക്കെ എവിടെയാണ് ജീവിതത്തിൽ സുഖമായിട്ടിരുന്നുകൊണ്ടെന്നല്ല ഈ ആത്മധൈര്യവും ഉൾക്കരുത്തൊക്കെ കാണിച്ചത്. ജീവിതത്തിന്റെ സങ്കീർണതകളിൽ നിന്നുകൊണ്ട് നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നത്? ആ ജീവിതത്തിന്റെ സങ്കീർണതകളിൽ നിന്നുകൊണ്ട് തന്നെ ഉൾക്കൊരുത്ത് കാണിക്കാനുള്ളതായ ആ പ്രത്യേകത അവരതിൽ നിന്ന് സംസാരിച്ചവരാണ് അല്ലേ? നളദമയന്തിയെ കുറിച്ച് പറയുമ്പോൾ ബുദ്ധി സാമർഥ്യം കൊണ്ട് നളദമയന്തിയുടെ കഥ നമുക്ക് നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സാവിത്രി യമനിൽ നിന്നും മരിച്ചുപോയ സത്യവാനെ തിരിച്ചെടുത്തു. കാലത്തിനെ, സൂര്യഗതിയെ പിടിച്ചു നിർത്തി. ആർക്ക് സാധിക്കും? സൂര്യൻ ഒരു ദിവസം ഉദിച്ച് അസ്തമിച്ചാൽ നമ്മളുടെ ദിവസം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിവസം പോയി, നമ്മൾ അറിയുന്നില്ല. ഉദ്യൻ അസ്തം ഗതഃ, ഉദിക്കുന്നു അസ്തമിക്കുന്നു. നാളെ രാവിലെ കേട്ടോ എന്ന് പറയും. നാളെ രാവിലെ എന്ന് പറയുമ്പോൾ നാളെ രാവിലെ നമ്മൾ ഉണ്ടാവുമോ നമുക്കറിയില്ല. കാലമാണ്. പക്ഷെ ആ കാലത്തിനെ പിടിച്ചു നിർത്താനുള്ള പാതിവ്രത്യം ആ സാവിത്രി കാണിച്ചു തന്നു. ശകുന്തള എന്ത് ചെയ്തു? ശകുന്തളയുടെ കഥ ഞാൻ വിസ്തരിച്ച് പറയും. ശകുന്തള ഭരതന്റെ മാതാവാണ്. സർവദമനൻ എന്നാണ് പുത്രന്റെ പേര്. പക്ഷെ സർവദമനനെ ദുഷ്യന്തൻ ഭാരതത്തിലെ രാജാവാക്കിയ ശേഷമാണ് ഭാരതം എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാണ്. ഭരത ചക്രവർത്തി ആണതുകൊണ്ട് ഭാരതമാണെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ സർവദമനൻ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് ഭാരതം. അപ്പൊ ഭാരത മാതാവാരാ? ശകുന്തള അല്ലേ? ഭാരതമാതാവ് ശകുന്തളയാണ്. അങ്ങനെ പുത്രന്റെ രാജ്യാധികാരം അത് എങ്ങനെയാണ് കിട്ടേണ്ടത് എന്ന്, അവകാശം തനിക്ക് കിട്ടണം എന്ന് ഉറപ്പിച്ചു ശകുന്തള. അതുകൊണ്ട് സർവദമനനെ ദുഷ്യന്തന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. അപ്പൊ ദുഷ്യന്തനെ ഭരതനെ തന്റെ പുത്രനായിട്ട് അംഗീകരിക്കാനും ഭാരത രാജ്യത്തിൽ വാഴിക്കാനുമായിട്ട് സാധിച്ചു. അപ്പൊ ഭാരതത്തിന്റെ ക്ഷാത്ര തേജസ്, ക്ഷത്രിയന്മാരുടെ പ്രത്യേകത എന്താ? ക്ഷതാത് ത്രയതേ ഇതി ക്ഷത്രിയ. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്നും സുരക്ഷ നൽകേണ്ടതാണ് ഒരു ഭരണാധികാരിയുടെ ശക്തി. അതുകൊണ്ട് രാജാക്കന്മാരെ നമ്മൾ ക്ഷത്രിയന്മാരെന്നാണ് വിളിക്കുക. ക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവ്, മുറിവിൽ നിന്ന് രക്ഷിക്കുന്നവൻ. നമ്മളുടെ മാനസിക മുറിവായിക്കോട്ടെ, ശാരീരിക മുറിവായിക്കോട്ടെ, സാമ്പത്തികമായ മുറിവായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിന് വന്ന മുറിവായിക്കോട്ടെ, എന്ത് മുറിവായാലും അല്ലേ? പ്രജാനാം പാലനാത് രക്ഷണാത് പോഷണാത് ആധാനാത് എല്ലാം കൊണ്ടും പിതാ ആരാണ്? രാജാവാണ്. മറ്റേവരൊക്കെ കേവലം ജന്മഹേതവ, മറ്റുള്ളവരൊക്കെ അച്ഛൻ ജനിപ്പിക്കാൻ മാത്രമേ അച്ഛനുള്ളൂ. രാജ്യത്തിന് വേണ്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുക, ആ രാജ്യത്തിലുള്ളവർക്ക് എല്ലാ ധനധാന്യങ്ങളും എത്തിക്കാൻ ശ്രമിക്കുക, രാജ്യത്തിലുള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ളതായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് രാജാവ്. രഞ്ജിപ്പിക്കുന്നവൻ രാജാവ്, ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവനാണ് രാജാവ്. അങ്ങനെ എന്ത് ചെയ്തു? മഹാഭാരതത്തിലെ കഥകളാണ് പറയുന്നത്. സാവിത്രി എന്തൊരു തീവ്രമായ തൻ്റെ തപശക്തി അല്ലെങ്കിൽ പാതിവ്രത്യ ശക്തി, ആ പാതിവ്രത്യ ശക്തി ജീവൻ വാങ്ങിയെടുത്തു അല്ലേ? ജീവനെ ആർക്കെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കുമോ? പറ്റും എന്ന് കാണിച്ചു തന്നു മഹാഭാരത കഥ. സാവിത്രിക്ക് സത്യവാന്റെ ജീവിതം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ജീവധാത്രികളാണ് നമ്മുടെ അമ്മമാർ. മഹാഭാരതത്തിലെ അമ്മമാര് ജീവധാത്രികളാണ്. നമ്മളൊക്കെ ജീവധാത്രികളാണ്.
കുട്ടിയെ ജന്മം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ജീവധാത്രിക തന്നെ. പക്ഷെ ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരാള് ജീവധാത്രിയാവില്ല. അവരെ വേണ്ട വിധത്തിൽ ആക്കിയെടുക്കണം. അതുകൊണ്ടാണ് ശാകുന്തളം കഥയെ കാളിദാസനും, അതുപോലെ ദമയന്തി കഥയെ ഉണ്ണായി വാര്യരും, അതുപോലെ തന്നെ ശകുന്തളയുടെ കഥ കാളിദാസൻ എഴുതി, ദമയന്തിയുടെ കഥ ഉണ്ണായി വാര്യർ നമുക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ സാവിത്രി, ദമയന്തി, ശകുന്തള അല്ലെ, അല്ലെ സാവിത്രിയുടെ കഥയെ മഹർഷി അരവിന്ദൻ എഴുതി തന്നു. ഇത് ഞാൻ ആദ്യം പറയണത് വെച്ചാൽ, ആദ്യം നമുക്ക് പറയാൻ പോകേണ്ടത് ദ്രൗപദിയാണ്. ഒന്ന് സൂചിപ്പിച്ചു പോകാൻ വേണ്ടി പറഞ്ഞതാ. അതായത് ദമയന്തി ഭാരതീയ സ്ത്രീയുടെ ശക്തിവിശേഷം എന്താണെന്ന് കാണിച്ചു. നളനെ ആ കഥ പറയാം, അപ്പൊ അറിയാം. ഇനി ദൗമ്യൻ പറയുന്ന കഥകളാണ് ശക്തി, ബുദ്ധി, യുക്തി. ഇത് മൂന്നും ഉണ്ടായാലേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ സാധിക്കും. ശക്തി വേണം, മനഃശക്തി. ബുദ്ധി വേണം, വേണ്ടത് വേണ്ടപ്പോൾ തോന്നാനുള്ളതായ ബുദ്ധിയും ശക്തിയും ഉണ്ടായപ്പോരാ, യുക്തി വേണം. അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നറിയണ്ടേ? ഒക്കെ പഠിച്ചിട്ടുണ്ട്, ബുദ്ധിയുണ്ട്, അത് യുക്തിയില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ഡോക്ടറായാൽ പോലും പഠിച്ചു, യുക്തിയോടുകൂടി പെരുമാറാൻ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതാണ് ഇവിടെ കാരണം. ഇനി ഈ കഥാതന്തുക്കളൊക്കെ അപ്പൊക്കെ നമ്മളാൾക്കാർ പറയും കാളിദാസനൊക്കെ മഹാഭാരതത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ് അല്ലേ. ഉണ്ണായി വാര്യരെ നൈഷധത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടാ. ആ മോഷ്ടിക്കുന്നതിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ മോഷ്ടിച്ചാലും അത് അതേപോലെ പറഞ്ഞില്ലേ നമുക്ക്, അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് തന്നു. ചുരുക്കത്തിലെ ജീവിത ദർശനത്തെ നമുക്ക് പറഞ്ഞു തന്നവരാണ് ഇവരെല്ലാം. ഇനി ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ദ്രൗപദി. എല്ലാ കഥകളും പറഞ്ഞാരാട്ടാ. 1600 കഥാപാത്രങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. അവരുടെ പേരൊക്കെ ഓർമ്മിച്ചു വെച്ചാൽ തന്നെ നമുക്കൊരിക്കലും ബുദ്ധിക്ക് മോശം വരില്ല. ബുദ്ധിശക്തി വളർത്താൻ മഹാഭാരത കഥകൾ പഠിച്ചാൽ മതി. ഇത്രയും പേരുടെ പേരുകൾ നമ്മുടെ ബുദ്ധിശക്തിയിൽ നിൽക്കുമെങ്കിൽ നമുക്കൊരിക്കലും മറവി രോഗം വരില്ല, ഉറപ്പാണ്. 1600 കഥാപാത്രങ്ങളെയാണ് നിർത്തിയത്. വ്യാസനതിനെ കോർത്തു. എങ്ങനെ? തോന്നിയ പോലെയല്ല, ഒന്നൊന്നുമായിട്ട് യോജിപ്പിക്കുന്ന തരത്തിൽ യോജിപ്പിച്ചു. നമ്മളും പലതും പറയും, ഒന്നിനൊന്ന് ബന്ധമല്ലാണ്ട് എന്തൊക്കെയോ പറയും. അങ്ങനെ പറയാതെ കോർത്തിണക്കി കൊണ്ടുവരാനുള്ള ആ വേദവ്യാസന്റെ സാമർഥ്യം അതൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് അല്ലേ. ഇതിലെന്താണ് പറയുന്നത്? ആദ്യം തന്നെ ദ്രൗപദിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, അർജുനനെ പറയാതെ ദ്രൗപദിയെ പറയാൻ പറ്റില്ല. ദ്രൗപദിയാണ് മഹാഭാരത കഥയിലെ ഹീറോയിൻ, കഥാനായിക. ആ ദ്രൗപദിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ബാക്കിയെല്ലാം നടന്നത്. ആ ദ്രൗപദിക്ക് എന്താ പ്രത്യേകത? അർജുനൻ. ഈ അർജുനൻ ആരാണ്? വില്ലാളി വീരൻ. പാണ്ഡവന്മാരിൽ മധ്യമ പാണ്ഡവൻ. 5 പേരിൽ മധ്യമൻ കേട്ടോ. അല്ലെങ്കിൽ 3 പേരാണെങ്കിൽ ഭീമനാണ് മധ്യമൻ. പക്ഷെ മധ്യമ പാണ്ഡവൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സഖാവായി വെച്ചിരുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ, കൃഷ്ണനെ സഖാവാക്കി വെച്ചു. ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം ഒരുക്കാൻ പറയാണ്. അത് ദ്രോണരെ പറയാതെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ദ്രോണരെയും ഇതിലേക്ക് വലിച്ചഴക്കണം. പണ്ട് ഗൗതമൻ എന്നു പേരായ ഒരു മഹർഷി ജനപതി എന്നു പേരായ ഒരു അപ്സരസിനെ കണ്ടു മോഹിച്ചു. അദ്ദേഹത്തിന് ശരസ്തംഭത്തിൽ 2 കുഞ്ഞുങ്ങളാണ് പ്രസവിച്ചത്. ഒന്ന് കൃപൻ, ഒന്ന് കൃപി. ആ സമയത്ത് ശന്തനു മഹാരാജാവ്, ശന്തനു എന്നു പേരായ രാജാവ്, പേര് തന്നെതാ ശംതനു. ശം എന്ന് പറഞ്ഞാൽ മംഗളം. അദ്ദേഹം ആരെ സ്പർശിക്കുന്നുവോ അവർക്ക് വൃദ്ധരെ സ്പർശിച്ചാൽ അവർ യുവാവായി തീരും, കുട്ടികളെ സ്പർശിച്ചാൽ വീരസൂരതയോട് പെരുമാറും. എല്ലാത്തിനെയും മംഗളമുണ്ടാക്കുന്നവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശന്തനു എന്ന പേര് വന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുമുണ്ട്, അനുജനുമുണ്ട്. ജ്യേഷ്ഠൻ കുഷ്ഠരോഗിയായിരുന്നു, അതുകൊണ്ട് രാജ്യഭാരം ഏറ്റെടുക്കാൻ പറ്റില്ല. ശന്തനുവിനെ രാജാവാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശന്തനു ഈ കൃപനെയും കൃപിയെയും കണ്ടത്. 2 പേരെയും കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ വളർത്തി. ആ കാലത്ത് ഭരദ്വാജ മഹർഷിക്ക് എന്ത് ചെയ്തു? ഭരദ്വാജ മഹർഷിക്ക് ദ്രോണൻ പറഞ്ഞു,
ഘൃതാജി എന്ന പേരായ അപ്സരസിൽ ദ്രോൺ എന്ന് പറയാൻ കാരണം ആ ഘൃതാജി എന്ന അപ്സരസിനെ കണ്ട് മോഹിച്ച ഭരദ്വാജന്റെ രേതസ് ഒരു ദ്രോണം, ഒരു പാത്രം എന്ന് വെച്ചോളൂ, ഒരു അളവ് പാത്രമാണ്, ദ്രോണത്തിലാണ് പതിച്ചത്. ദ്രോണത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ദ്രോണി. നല്ലൊരു ദ്രോണപാത്രം കിട്ടിയാൽ എന്ത് വേണം? ഗംഗാജലം അതിൽ ഒഴിക്കുമ്പോഴാണ് അതിന് ശ്രേഷ്ഠത. ഇവിടെ ഗാംഗേയൻ കണ്ടുപിടിച്ചു ഈ ദ്രോണനെ. അതിന് മുൻപുള്ള കഥ എന്താന്ന് വെച്ചാൽ, ഈ ദ്രോണൻ കൃപിയെ കല്യാണം കഴിച്ചു. കുട്ടിക്കാലത്ത് ദ്രോണർ വിദ്യാഭ്യാസത്തിന് പോയി. ആ വിദ്യാഭ്യാസത്തിൽ ദ്രുപദ മഹാരാജാവ് കുട്ടിയായിരിക്കുമ്പോൾ ദ്രുപദനും അവിടുത്തെ വിദ്യാർത്ഥിയാണ്. രണ്ടുപേരും നമ്മുടെ സുദാമാവും കൃഷ്ണനും പോലെ വലിയ സഖാക്കളാണ്. ഒരാള് പടുദാരിദ്ര്യത്തിൽ നിന്ന് വന്ന ദ്രോണൻ, മറ്റൊരാള് രാജകൊട്ടാരത്തിൽ നിന്ന് വന്ന ദ്രുപദൻ. രണ്ടുപേരും ഇത്രയും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഒരു ഇരുമെയ്യാണെങ്കിലും ഒരു ഉടൽ, ഒരു ബുദ്ധി എന്നുള്ള പോലെ വളർന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ദ്രുപദൻ പറയും, ഞാൻ വലുതായി എനിക്ക് രാജ്യമുണ്ട്, രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ പാതി രാജ്യം നിനക്ക് തരും, നിന്നെ ഞാൻ സമ്പന്നനാക്കും എന്ന് എപ്പോഴും പറയും. കുട്ടിക്കാലത്ത് പറയുന്ന വാക്കുകളാണ്. മഹാന്മാർ ഏത് വാക്ക് പറഞ്ഞാലും അത് കല്ലിൽ കൊത്തിയ പോലെയാണ്, അല്ലാത്തൊരു വെള്ളത്തിൽ വരച്ച പോലെ. ഇതിപ്പോ ഈ ദ്രുപദം പറഞ്ഞൊക്കെ വെള്ളത്തിൽ വരച്ച പോലെയാ. അപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ. കാലങ്ങൾ കഴിഞ്ഞു, രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞു. ദ്രുപദൻ രാജ്യഭാരം ഏറ്റെടുത്തു. ഇവിടെ ദ്രോണൻ കൃപിയെ കല്യാണം കഴിച്ചു. അവർക്കൊരു പുത്രനുണ്ടായി, അശ്വത്ഥാമാവ്. നിത്യദാരിദ്ര്യമാണ്. അതിനെയൊന്നും അദ്ദേഹം വകവച്ചിട്ടില്ല. രാജകുമാരന്മാരുടെ കൂടെ പഠിച്ചത് കൊണ്ട് ദ്രോണൻ സർവവിദ്യയും അസ്ത്രവിദ്യയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസവും അമ്മ കുട്ടിക്ക് ഒരു പാത്രത്തിൽ പാല് കൊടുത്തേക്കും. അശ്വത്ഥാമാവ് മറ്റു കുട്ടികളോടൊപ്പം പാല് കുടിക്കും. പാല് കുടിക്കുമ്പോൾ ഒരു ദിവസം അടുത്തുള്ളവൻ്റെ പാലെടുത്ത് കുടിച്ചു നോക്കിയപ്പോൾ അതിന് നല്ല ടേസ്റ്റ്. ഈ പാലിനൊരു സ്വാദുമില്ല. അപ്പം കുട്ടി സങ്കടപ്പെട്ടുകൊണ്ട് പറയാൻ, അമ്മ എന്താ നമ്മുടെ പാലിനൊരു സ്വാദില്ലാത്തത്? അമ്മ എന്തിരിക്കുന്ന ഒരു അരിമാവ് കലക്കി കൊടുത്തേക്കുക പാലാണെന്നും പറഞ്ഞു. ഇത്രയും ദാരിദ്ര്യം. തൻ്റെ പുത്രൻ്റെ ആ വിഷമം കണ്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി. അമ്മ വന്ന് ദ്രോണാചാര്യരോട് പറഞ്ഞു, നമ്മുടെ മകനൊരു പാല് വാങ്ങി കൊടുക്കാൻ പോലും നമുക്ക് ശക്തിയില്ലാതായില്ലേ? ഒരേ ഒരു പുത്രൻ. അന്നൊക്കെ ഒരു പുത്രൻ എന്ന് പറഞ്ഞാൽ അതിശയല്ലേ? ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ. ഈ ഒരു പുത്രനേ ഉള്ളൂ, അവനെ വേണ്ട വിധം വളർത്താൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് എപ്പോഴും പറയാറില്ലേ ഒരു ദ്രുപദനെ കുറിച്ച്, അങ്ങയുടെ വളരെ വലിയ ഫ്രണ്ടാണെന്ന് പറയാറില്ലേ? അവിടെ പോയിട്ട് രാജ്യം ചോദിക്കും. ഇതേ സംഭവം തന്നെയല്ലേ സുദാമാവോടും പറഞ്ഞത് അല്ലേ? ആത്മാനമപിയച്ഛതി, തന്നെ കൊടുക്കാനാണ് തയ്യാറായിരിക്കുന്നത് കൃഷ്ണൻ. ദ്വാരകാധീശൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകൂ. സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സർവ്വസമ്പത്തുകളും നേടി വന്നു. ഇവിടെ ദ്രോണാചാര്യർ വന്നു. ദ്രോണാചാര്യരെ പോലെ വഴിയിൽ തടഞ്ഞു, കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ദ്രോണൻ വന്നിരിക്കുന്നു എന്ന് പറയൂ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്നുള്ള മറുപടി എന്താ വന്നതെന്നറിയോ? ഏത് ദ്രോണൻ, എവിടത്തെ ദ്രോണൻ, എനിക്കങ്ങനെ ഒരാളെ അറിയില്ല. അദ്ദേഹത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രവും താടി മീശയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ആളെ അറിയില്ല. അപ്പോൾ ദ്രോണൻ പറഞ്ഞു, ഞാൻ ദ്രുപദ, നമ്മൾ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചവരല്ലേ, ഇവനെപ്പോഴും തന്നെ പുറത്തേക്കാക്കാന്നു. അപ്പം അദ്ദേഹം മനസ്സിലൊരു പ്രതികാര വാഞ്ചയായി. ആർക്ക്? ദ്രോണന് ആ പ്രതികാരം ഉള്ളിൽ വെച്ചു. തിരിച്ചു പോന്നു. അസ്ത്രവിദ്യകളുണ്ടല്ലോ. അദ്ദേഹം എവിടെയെങ്കിലും തന്നെ അധ്യാപകനായി എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. രാജകൊട്ടാരങ്ങളിലേക്ക് പോകണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്തിനപുരത്തിൽ എല്ലാവരും കളിക്കുകയാണ്. കളിക്കുന്ന കുട്ടികളുടെ പന്ത് കിണറ്റിൽ വീണു. അപ്പം പന്തിനെ നോക്കി അത് എടുക്കാൻ വഴിയില്ലാതെ കുട്ടികൾ വിഷമിച്ചിരിക്കാറ്. ദുര്യോധനാദികളുണ്ട്, പാണ്ഡവന്മാരുമുണ്ട്. ആ വഴിക്ക് വന്ന ദ്രോണാചാര്യര് ഒരു പുല്ലിനെ തൊടുത്ത്, അത് ഒരസ്ത്രം, അതിൻ്റെ മീതെ ഒരസ്ത്രം, അതിൻ്റെ മീതെ വെറും പുല്ല്, ആ പന്ത് പതുക്കെ പുറത്തേക്ക് എടുത്തു. എല്ലാവരും അതിശയിച്ച് കൈയടിച്ചു. വീരനായ അർജുനൻ ഓടി ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത്. നമുക്ക് നല്ലൊരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കണില്ലേ? ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗുരുവിനെ, ഇദ്ദേഹമാണ് ശരിക്കും നന്നായിട്ട് എല്ലാം ചെയ്തു തരിക എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഭീഷ്മ പിതാമഹൻ അന്വേഷിച്ചു വന്ന് ദ്രോണാചാര്യരെ കയ്യും കാലും പിടിച്ച് തങ്ങളുടെ കൊട്ടാരത്തിൽ വിദ്യാഭ്യസിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിൻ്റെ ഉള്ളിൽ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ
തൻ്റെ മകനെ പ്രതികാരം ചെയ്യിപ്പിക്കാൻ വിടണം എന്നായിരുന്നു ആഗ്രഹം. അദ്ദേഹം ദിവസവും സ്ഫടികത്തിൻ്റെ മാല എല്ലാവരുടെ കയ്യിലും കൊടുക്കുത്രേ. എന്നിട്ട് പറയും, ഇതിൽ വെള്ളം നിറച്ച്, ചെറിയ തുളയാണ്, അതിൽ വെള്ളം നിറച്ച് വരാൻ. കുട്ടികൾക്ക് ഒരുപാട് നേരം എടുത്താലേ അതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ വെള്ളം നിറച്ച് വരുമ്പോഴേക്കും തൻ്റെ പുത്രനെ എക്സ്ട്രാ പഠിപ്പിക്കണം എന്നൊരു മോഹം ദ്രോണാചാര്യർക്ക്. അപ്പം എന്ത് ചെയ്യിച്ചാൽ അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ വലിയ തുളയുള്ള മുത്തുമണി കൊടുത്തേക്കും, വേഗം വെള്ളം നിറയ്ക്കാമല്ലോ. അവൻ വെള്ളം നിറച്ച് വേഗം വരും. പക്ഷേ എന്നത് അതിശയം എന്താണെന്ന് വെച്ചാൽ, ദ്രോണാചാര്യരുടെ പുത്രൻ ഗുരുനാഥൻ്റെ മുമ്പിൽ വരുമ്പോഴേക്കും അർജുനൻ റെഡിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ. അർജുനൻ്റെ കയ്യിലുള്ള മാലയിലും വെള്ളമുണ്ട്. അപ്പം അർജുനനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിച്ചു? അപ്പം അർജുനൻ പറഞ്ഞു, അങ്ങനെക്ക് മരണമന്ത്രം ഉപദേശിച്ചിട്ടില്ലേ? ആ മരണമന്ത്രം ജപിച്ചപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തേക്ക് തന്നെ വന്ന് വെള്ളം ചെല്ലുന്ന അറിഞ്ഞതാണ്. അതുകൊണ്ട് അശ്വത്ഥാമാവ് വരുന്നതിന് 1 മണിക്കൂർ മുമ്പേ വരുമാര് അർജുനൻ. അവൻ്റെ വീരത കണ്ടപ്പോൾ വിചാരിച്ചു, ഇങ്ങനെ ഒരു ശിഷ്യനെ കിട്ടിയാലേ തൻ്റെ ഉദ്ദേശം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുത്രനേക്കാളും ഉപരിയായി ആ അർജുനനെ അങ്ങോട്ട് സ്വീകരിച്ചു എന്നാണ്. ആ അർജുനനാണ് ദ്രൗപദിയെ വിവാഹം ചെയ്തത്. അതിനെന്തായി, ഈ ദുര്യോധനൻ്റെ കുബുദ്ധി കാരണം കാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നു. അമ്മയും മക്കൾക്കും എല്ലാവരും കൂടെ ഏകചക്രാനഗരിയിൽ പോയിട്ട് അവിടെ വെച്ച് ബകാസുരനെയൊക്കെ കൊന്നു. ഭീമൻ അങ്ങനെ അവർ സംഭരിച്ചു. ഹിഡിംബിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി എന്താ കാരണം അങ്ങനെ വന്നത്? വാരണാവതത്തിൽ അരക്കില്ലത്തിൽ പാണ്ഡവന്മാരെയും കുന്തിയെയും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിരോചനനെ കൊണ്ട് ഒരു കൊട്ടാരം പണിയിച്ച് അതിലേക്ക് ധൃതരാഷ്ട്രർ വലിയ സ്നേഹത്തോടു കൂടി ഇവരെ പറഞ്ഞയച്ചതാണ്. വാരണാവതത്തിൽ ചെന്നപ്പോൾ എപ്പോഴും സഹദേവന് ബുദ്ധി കൂടുതലാണ്. സഹദേവന് കാര്യം പിടികിട്ടി. സഹദേവൻ വേഗം വിതുരരെ അറിയിച്ചു. വിതുരർ ഇവർ അറിയാതെ തന്നെ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ തുരങ്കത്തിലൂടെ ഇവരെല്ലാം രക്ഷപ്പെട്ടു. ഭീമൻ തന്നെ അരക്കില്ലത്തിന് തീ വെച്ചു. പിറ്റേ ദിവസം അരക്കില്ലം തീ പിടിച്ചു. അതിൻ്റെ ഇടയിൽ മദ്യപാനം ചെയ്ത 5 പേരും അവരുടെ അമ്മയും നാടോടികൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വെന്തു മരിച്ചു. അപ്പം ഇവരൊക്കെ മരിച്ചുപോയി എന്നുള്ള സന്തോഷത്തിലിരിക്കുകയായിരുന്നു ദുര്യോധനൻ. ഈ കാലഘട്ടത്തിൽ ദ്രുപദ രാജാവ് രാവും പകലും മനശ്ചിന്തയാണ്. ആ എന്നെ അപമാനിച്ചു പോയ ദ്രോണനെ കൊല്ലാൻ എനിക്കൊരു പുത്രൻ വേണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആയിട്ടില്ല, ആഗ്രഹം നടന്നിട്ടില്ല. ആ സമയത്താണ് ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ഗുരുദക്ഷിണ വേണ്ടേ അങ്ങക്ക് എന്ന് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാജകുമാരന്മാരാണ്, എനിക്ക് പണവും പദവിയും ഒന്നും വേണ്ട. എൻ്റെ ശത്രുവായ ദ്രുപദനെ ജീവനോടെ പിടിച്ചു കൊണ്ടുവരണം, കൊല്ലാൻ പാടില്ല. ആദ്യം ദുര്യോധനാദികൾ 100 പേരും പോയി തോറ്റുമടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പാണ്ഡവന്മാർ പോയത്. അർജുനൻ പോയി പിടിച്ചു കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, എപ്പൊരിക്കൽ രാജാവിനെ പിടിച്ച് കെട്ടിയോ ആ രാജ്യം എൻ്റെയാ, ഞാൻ പകുതി രാജ്യം നിങ്ങൾക്ക് തരാം, നിങ്ങൾ ജീവിച്ചോളോ എന്ന് വലിയൊരു ദാനം കൊടുക്കുന്ന മാതിരി. ഇതിലും വലിയൊരു അപമാനം ഈ ദ്രുപദന് വരാനുണ്ടോ? ഈ അർജുനൻ്റെ പരാക്രമം കണ്ടപ്പോൾ ദ്രുപദൻ്റെ മോഹം, തനിക്ക് ഒരു മകളുണ്ടെങ്കിൽ ഈ അർജുനന് കല്യാണം കഴിച്ചു കൊടുക്കായിരുന്നു. ദ്രോണനെ കണ്ടപ്പോൾ പക, ഈ ദ്രോണനെ കൊല്ലാൻ തനിക്കൊരു പുത്രൻ ഉണ്ടായാൽ മതിയായിരുന്നു. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം, എന്തും ചെയ്യാൻ തയ്യാറാണ്. എല്ലാവരോടും ആലോചിച്ചു. മുനിമാരൊക്കെ പറഞ്ഞു, അതിനൊരു യാഗം നടത്താം. യാഗം നടത്തി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, ഈ യാഗാഗ്നിയിൽ നിന്ന് എനിക്കൊരു പുത്രൻ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചോളൂ. പക്ഷെ അദ്ദേഹം മനസ്സിലൊരു പുത്രിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. യാഗാഗ്നിയിൽ നിന്നും നല്ല വീരതയോടുകൂടി ഒരു പുത്രൻ ജനിച്ചു. എണിക്കുമ്പോഴേ യുവാവാണ്, ദൃഷ്ടദ്യുമ്നൻ എന്ന് പേരിട്ടു. അപ്പോഴാണ് യാഗാഗ്നിയിൽ നിന്നും സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ വരുന്നത്. അവളെ യാജ്ഞസേനി, യജ്ഞാഗ്നിയിൽ നിന്നുണ്ടായതുകൊണ്ട് യാജ്ഞസേനി, ദ്രുപദൻ്റെ മകളായതുകൊണ്ട് ദ്രൗപദി, പാഞ്ചാലദേശത്തിൽ ഉണ്ടായതുകൊണ്ട് പാഞ്ചാലി എന്നൊക്കെ പേരിട്ടു. എന്നിട്ട് പാഞ്ചാലി ജനിക്കുമ്പോഴേ യുവത്വത്തോടു കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. പാഞ്ചാലിയുടെ വിവാഹം നടത്തണം. യാജ്ഞസേനിയുടെ ബുദ്ധിയും ശക്തിയും കണ്ട് ആരും വരണമില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, മനസ്സിലെന്താ പ്ലാൻ, അർജുനനെ കൊണ്ട് വിവാഹം കഴിക്കണം എന്നാണ്. അദ്ദേഹം സ്വയംവരം വെച്ചു, അതിന് ചില നിബന്ധനകളൊക്കെ വെച്ചു. എല്ലാവരും വന്നു സ്വയംവര മണ്ഡപത്തിലേക്ക്. വന്നവർ തോറ്റുപിടിങ്ങി. അപ്പോഴാണ് കർണൻ വരുന്നത്. കർണൻ സൂര്യപുത്രനാണ്,
കുന്തിയുടെ ആദ്യത്തെ പുത്രനുമാണ്. സൂര്യപുത്രനായ കർണൻ ആ വെച്ചിരിക്കുന്ന പന്തയമുണ്ടല്ലോ, ബില്ലിനും എല്ലാം ഒന്ന് നമസ്കരിച്ച് ബില്ല് കയ്യിലെടുത്തപ്പോഴേക്കും പാഞ്ചാലി പറഞ്ഞു, സൂതപുത്രനാണ് കർണൻ, ഞാൻ വിവാഹം ചെയ്യില്ല. ആദ്യം പറഞ്ഞ അബദ്ധം. സൂര്യപുത്രനായ കർണനെ ഞാൻ വിവാഹം ചെയ്യില്ല. കർണൻ തലയും താഴ്ത്തി തിരിച്ചുപോയി. അപ്പോഴാണ് ആരുമില്ല. ശ്രീകൃഷ്ണൻ അറിയാം ഈ 5 പേര് ബ്രാഹ്മണ വേഷത്തിൽ വന്നു. അവിടെ ഈ 5 പേരെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അറിയാലോ ഇവരാണെന്ന്. ഉടനെ പറഞ്ഞു, ക്ഷത്രിയന്മാർ ആരുമില്ലാത്ത സ്ഥിതിക്ക് ബ്രാഹ്മണർക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന്. എന്നിട്ട് തൻ്റെ കണ്ണൊന്ന് ചലിപ്പിച്ചു. അർജുനൻ ഇംഗിതം മനസ്സിലായി. അർജുനൻ നേരെ വന്നു, അതിനെ പ്രദക്ഷിണം വെച്ച് എടുത്ത് വില്ല് കൊലച്ച് എന്താണ് വെള്ളത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിബിംബം മത്സ്യം, ആ മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് വേണം അമ്പയ്യാൻ. അത് മുകളിൽ പക്ഷി എന്ന് വെച്ചോളൂ, പക്ഷിയുടെ കണ്ണിലേക്ക് എറിയണം. പക്ഷിയുടെ പ്രതിബിംബത്തിനെ നോക്കിക്കൊണ്ട് പക്ഷിക്ക് എറിയണം. എല്ലാ വിദ്യയും പഠിച്ചവനല്ലേ ദ്രോണാചാര്യരിലെ ഗുരുനാഥൻ. നിഷ്പ്രയാസം അർജുനൻ തോൽപ്പിച്ചു. സങ്കടായി രാജാവിന്. ഒരു ക്ഷത്രിയകുമാരന്, അതും അർജുനന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് വളർത്തിയ പെൺകുട്ടിയെ ഒരു ബ്രാഹ്മണന് കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് സങ്കടം. വേഗം തന്നെ കൊടുത്തയച്ചു. കല്യാണം കഴിച്ച് പോവുകയാണ്. ഇവരുടെ പിന്നിൽ 2 ചാരന്മാരെയും പറഞ്ഞു വെച്ചു. ചാരന്മാർ മുഖേന അവരുടെ വർത്തമാനത്തിൽ നിന്ന് അവർ പഞ്ചപാണ്ഡവന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞ് തന്നപ്പോൾ നമ്മുടെ രാജാവിന് സന്തോഷമായി. ഇവരെന്ത് ചെയ്തു വെച്ചാൽ കുന്തിദേവിയുടെ അടുത്ത് എന്ത് കിട്ടിയാലും അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുക. അമ്മ പറയാം 5 പേരും പങ്കുട്ടോളാം. അതേപോലെ അമ്മയെന്ന് വിശിഷ്ടപ്പെട്ട ഒരു സാധനം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു 5 പേരും കൂടി എടുത്തോളാം. അപ്പം പെട്ടു. വേഗം യുധിഷ്ഠിരൻ അമ്മ പറഞ്ഞ വാക്കിന് തെറ്റാൻ പാടില്ലല്ലോ, എങ്ങനെ കല്യാണം കഴിക്കുമെന്ന് ചിന്തിച്ചു. അപ്പോഴേക്കും ഭഗവാൻ വന്നു അവിടെ. ഇത് പറഞ്ഞു, പ്രജേതസ്സുകൾ 10 പേര് ചേർന്നിട്ട് ആ വൃക്ഷത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചില്ലേ, ഇതൊക്കെ നമ്മുടെ പുരാണത്തിൽ നടന്ന, നിങ്ങൾ ആദ്യം ചെയ്യണമെന്നല്ല. അതുകൊണ്ട് എന്തായാലും ശരി ഇവിടെ വിവാഹം ചെയ്തു. അങ്ങനെ പാഞ്ചാലി വിവാഹം ചെയ്തു. പാഞ്ചാലിക്ക് എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ മഹാലക്ഷ്മിയുടെ അവതാരം തന്നെയാണ് പാഞ്ചാലി. കൃഷ്ണന്റെ നിറമാണ്, അതുകൊണ്ട് കൃഷ്ണ എന്ന് നമ്മളെ വിളിക്കും. അവളൊരിക്കൽ യമൻ വരുണൻ അവരൊക്കെ തൻ്റെ ശക്തി കൊണ്ട് കല്ലാക്കിയിട്ട് ഒരു കിണറ്റിലിട്ടിരുന്നു. അവസാനം അവർക്ക് ശാപമോക്ഷം കിട്ടി. അപ്പം ഇവളെന്ത് ചെയ്തു ചോദിച്ചാൽ ഈ മഹാലക്ഷ്മി 5 പ്രാവശ്യം മുനിമാരോട് ദയുള്ളവനായിരിക്കണം, ധർമ്മം അനുഷ്ഠിക്കുന്നവനായിരിക്കണം എൻ്റെ ഭർത്താവ്, നല്ല കീർത്തിയുള്ളവനായിരിക്കണം എൻ്റെ ഭർത്താവ്, ബുദ്ധിശക്തിയിൽ മുമ്പനായിരിക്കണം എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം ഒരാളെ ചോദിച്ചത്. പക്ഷെ 5 ഗുണങ്ങളെ ചോദിച്ചു. അപ്പം എന്തായി, 5 ഗുണങ്ങളുള്ള 5 പേര് തന്നെ നിനക്ക് ഭർത്താവായി തീരുമെന്നൊന്ന് അനുഗ്രഹിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ദ്രൗപദി വിവാഹം ചെയ്തു. ദ്രൗപദിയുടെ ജീവിതം നന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് കാരണം വെച്ചാൽ സംഘർഷഭരിതമായൊരു ജീവിതം. ഈ 5 പേരെ വിവാഹം ചെയ്യാൻ അതാണ് രസം. അഗ്നിയിൽ നിന്നുണ്ടായ ദേവി ആദ്യം യുധിഷ്ഠിരനെ വിവാഹം ചെയ്തു, വീണ്ടും അഗ്നിയിലേക്ക് പ്രവേശിച്ചു, വീണ്ടും അഗ്നിയിൽ നിന്ന് ജനിച്ചു, ഭീമസേനനെ വിവാഹം ചെയ്തു, വീണ്ടും അഗ്നിയിലേക്ക് തിരിച്ചുപോയി, വീണ്ടും ജനിച്ചു, അർജുനനെ വിവാഹം ചെയ്തു. അങ്ങനെ 5 പ്രാവശ്യം അഗ്നിയിൽ പോയി വന്നു. അതുകൊണ്ട് എല്ലാം പുതിയ പുതിയ ജന്മമായിട്ടാണ് ഓരോരുത്തരെയും വിവാഹം ചെയ്തത്. അപ്പോഴേക്കും തമ്മിൽ വഴക്കുണ്ടാകാതിരിക്കാനായിട്ട് വ്യാസഭഗവാൻ ഒരു നിബന്ധന വെച്ചു. ആരോടെങ്കിലും 1 കൊല്ലം ഒരാളുടെ കൂടെ ജീവിക്കുക, മറ്റുള്ളവരാരും അതിൽ ഇടപെടരുത്, അതിൽ ഇടപെട്ടവൻ തീർത്ഥയാത്രയ്ക്ക് പോകേണ്ടി വരും എന്നുള്ള നിബന്ധനയും വെച്ചു. അങ്ങനെ പാഞ്ചാലി അവരുടെ, പക്ഷെ അന്നു മുതൽ പാഞ്ചാലിക്ക് അനുഭവിക്കേണ്ടി വന്നത് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നു. വാരണാവരത്തിൽ മരിക്കാത്തവര് ദ്രൗപദിയെ കല്യാണം കഴിച്ച് വന്നു എന്നറിഞ്ഞപ്പോൾ ദുര്യോധനൻ ഇരിക്കപ്പുറത്തില്ലാണ്ടായി. ഇവരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നായി. പക്ഷേ വിതുരരും മറ്റും ഉപദേശിച്ചു, ധൃതരാഷ്ട്ര അങ്ങ് ചെയ്യുന്നത് ശരിയല്ല, പാണ്ഡു ഇല്ല. ഇപ്പോൾ പാണ്ഡുവിൻ്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ ആക്കുന്നത് നിങ്ങളുടെ ചുമതലയാണ്. അതുകൊണ്ട് അവർക്ക് രാജ്യത്തിൻ്റെ പകുതി കൊടുക്കണം. അവസാനം എന്ത് ചെയ്തു, ഒന്നിനും കൊള്ളാത്തൊരു ഭൂമി കൊടുത്തു. ആ ഭൂമി വെട്ടി നിരപ്പാക്കിയിട്ട് അതിൽ ഖാണ്ഡവ വനം ദഹിപ്പിച്ചതിന് കിട്ടിയതായ ആ മയൻ
സന്തോഷിച്ചിട്ട് ഇവർക്ക് ഇന്ദ്രപ്രസ്ഥം എന്നൊരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് രാജസൂയം എന്ന യാഗം നടത്തി. അപ്പോഴാണ് ഏറ്റവും അധികം സന്തോഷിച്ചത് ദ്രൗപദി. ആ ഒരു സന്ദർഭത്തിൽ മാത്രം ദ്രൗപദിയെ അവിടെ ഇരുത്തിക്കൊണ്ട് യുധിഷ്ഠിരൻ രാജസൂയയാഗം ചെയ്തിട്ട് ലക്ഷ്മീദേവി മഹാവിഷ്ണുവിനെ പോലെയും ശോഭിച്ചു. എന്നാൽ ഇവരുടെ ഐശ്വര്യമൊക്കെ കണ്ട് ഒരാൾ മാത്രം വിഷമിച്ചു. അത് ദുര്യോധനനായിരുന്നു. ദുര്യോധനൻ ഒരിക്കൽ ആ രാജകൊട്ടാരത്തിൽ നടക്കുമ്പോൾ വെള്ളമാണെന്ന് വിചാരിച്ച് വസ്ത്രം പൊക്കി നടന്നു. കുറച്ചു ദൂരം പോയപ്പോൾ വെള്ളമുള്ളത് വെള്ളമില്ലെന്ന് വിചാരിച്ച് മുണ്ട് നിലത്തിട്ട് നടന്നു. വെള്ളത്തിൽ മറിഞ്ഞു വീണു. ഇത് രണ്ടും കണ്ടപ്പോൾ വാസ്തവത്തിൽ ഭാഗവതകാരനോ ഭാരതകാരനോ പറഞ്ഞില്ല ദ്രൗപദി ചിരിച്ചു എന്ന്. മറ്റുള്ളവരാ ചിരിച്ചത്. പക്ഷെ ഇയാൾ കുബുദ്ധിയല്ലേ, കുബുദ്ധി ആയതുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ ദ്രൗപദി. ദ്രൗപദിയാണ് ചിരിച്ചത് എന്ന് പറഞ്ഞുണ്ടാക്കി. അങ്ങനെയാണെങ്കിലാണല്ലോ ഒരാളുടെ വിദ്വേഷം വരിക. ദ്രൗപദിയാണ് ഈ ചിരിച്ചത് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ഉടനെ ദ്രൗപദിയെ എങ്ങനെയെങ്കിലും അപമാനിക്കണം എന്നിവരെല്ലാം ആ ഒരു പക തീരുമാനിച്ചു. ഒഴിക്കാൻ എന്താ വഴി എന്ന് ആലോചിച്ചു. അതങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി ഒരു കഥാപാത്രത്തിനെ എടുത്തിട്ട് കൊണ്ടുവരാം. ഗാന്ധാരി എന്നൊരു കഥാപാത്രമുണ്ട്. സുബ്ബല രാജാവിൻ്റെ മകളാണ് ഗാന്ധാരി. വലിയ ശിവഭക്തയാണ്. സുബ്ബല രാജാവിന് 5 പുത്രന്മാരുണ്ട്. ഏറ്റവും പ്രിയമാണ് ഗാന്ധാരി. ഗാന്ധാരം എന്ന ദേശത്തിലെ കുതിരകളും ഗാന്ധാരം എന്ന ദേശത്തിലെ സ്ത്രീരത്നങ്ങളും എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. ആരെങ്കിലും ഗാന്ധാര ദേശത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു വന്നാൽ അവനെ പോലെ ഭാഗ്യം ആർക്കുമില്ല എന്ന് പറയുന്നവനാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രഗത്ഭരായിരുന്നവര് ഹസ്തിനപുരത്തിലെ രാജാക്കന്മാരുമാണ്. അത് ഭീഷ്മ പിതാമഹന്റെ നേതൃത്വത്തിലുള്ള ഹസ്തിനപുരം. അമ്മയ്ക്ക് വേണ്ടി, അത് വേറെ കണക്കിൽ പറയും, എന്നാലും പറയാം, അമ്മയ്ക്ക് വേണ്ടി പ്രതിജ്ഞ ചെയ്ത് നിത്യബ്രഹ്മചാരിയായിട്ടിരിക്കുകയാണ് ഭീഷ്മ പിതാമഹൻ. ഭീഷ്മ പിതാമഹൻ പടയെടുത്തു വന്നു യുദ്ധത്തിന് വന്ന് പറഞ്ഞു, യുദ്ധം വേണോ, നിങ്ങളുടെ മകളെ എൻ്റെ കുട്ടിക്ക് കല്യാണം കഴിച്ചു തരണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പ്രശംസിച്ചു. എന്തൊരു ഭാഗ്യം ഗാന്ധാര രാജാവിന്. കണ്ടില്ലേ, സാക്ഷാൽ കേമന്മാരായ ആ ഹസ്തിനപുരത്തിലെ ഭീഷ്മ പിതാമഹനാണ് പെൺകുട്ടിയെ ചോദിക്കുന്നത്, അവരുടെ സഹോദരപുത്രന്. അതുകൊണ്ട് വിവാഹം തയ്യാറാക്കാമെന്ന് പറഞ്ഞു. വിവാഹത്തിന് ഏർപ്പാട് ചെയ്തു. വിവാഹത്തിന് വന്നപ്പോൾ ധൃതരാഷ്ട്രന്റെ ഗുണഗണങ്ങളെ പറയാത്തവരാരുമില്ല. ഒക്കെ പറഞ്ഞിട്ട് അവസാനം വെച്ചാൽ എല്ലാം ഉണ്ടെങ്കിലും കണ്ണ് കാണില്ല കേട്ടോ എന്ന് മാത്രം പറയും. ആ കണ്ണ് കാണില്ല എന്നുള്ളത് സുബല രാജാവിനും മക്കൾക്കും ഒരു സങ്കടമാണ്. പക്ഷേ ഭീഷ്മ പിതാമഹൻ ചോദിച്ച് മകളെ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ആലോചിച്ചപ്പോൾ റെഡി എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ ഗാന്ധാരി തൻ്റെ കണ്ണ് കറുത്ത തുണി കൊണ്ട് കെട്ടിയത്ര. വാസ്തവത്തിൽ അവൾ എന്താ വിചാരിച്ചത്, തൻ്റെ മനസ്സിലുള്ള ക്ഷോഭങ്ങൾ മുഴുവൻ കണ്ണിലൂടെ പുറത്ത് കാണരുത്. തൻ്റെ മനസ്സുള്ള അന്തക്ഷോഭം, ഈ കുരുടനെ കല്യാണം കഴിക്കേണ്ടി വരണ്ടല്ലോ ഇത് എന്നുള്ള അന്തക്ഷോഭം ആരും അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഗാന്ധാരി കണ്ണു കെട്ടിയത്. പക്ഷെ ആൾക്കാർ വ്യാഖ്യാനിച്ചപ്പോൾ എന്ത് പറഞ്ഞു, ഓ എന്തൊരു ത്യാഗം, ഭർത്താവിന് കണ്ണു കാണില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ പതിവ്രതാ ശിരോമണിയായ ഗാന്ധാരി കണ്ണുമൂടി കെട്ടിയത് കണ്ടില്ലേ എന്ന്. അങ്ങനെ നല്ലൊരു പരിവേഷത്തിലേക്ക് എത്തിയിരുന്നു ഗാന്ധാരി. അപ്പോഴാണ് ഈ രാജസൂയം യാഗം നടന്നു. യാഗത്തിൽ വന്നിട്ട് ദുര്യോധനൻ പരിഹസിക്കപ്പെട്ടു. അപ്പോൾ ദുര്യോധനൻ എതിരിച്ച് എങ്ങനെയെങ്കിലും ഇവനെ വീഴ്ത്തണം, പാണ്ഡവന്മാരെ വീണ്ടും ഓടിക്കണം. ഒരിക്കൽ ഓടിച്ചെടുത്ത് അരക്കില്ലത്തിൽ കൊന്നു എന്ന് വിചാരിച്ചവർ രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും ഇവരെ നശിപ്പിക്കണം. അതിനുവേണ്ടി ധൃതരാഷ്ട്രോട് പറഞ്ഞു. ധൃതരാഷ്ട്രന് കണ്ണ് കാണില്ല. എല്ലാവർക്കും കണ്ണ് കണ്ടില്ലെങ്കിലും ഉൾക്കൊണ്ണുണ്ടാവും അല്ലേ. അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെഴുന്നള്ളണം എന്ന് പറയും. കുട്ടിക്കാലത്ത് നമ്മുടെ ഉള്ളിലുള്ള നല്ല വിചാരങ്ങളെ ഉണർത്താനായിട്ടൊരു ഗുരു ആവശ്യമുണ്ട്. ധൃതരാഷ്ട്രർക്ക് ഉള്ളിലുള്ള കണ്ണും തുറന്നില്ല. അവിടെ അന്ധനായി. എങ്ങനെയൊക്കെ അന്ധനാകാം? പുത്രസ്നേഹം കൊണ്ട് അന്ധനായി. പുത്രസ്നേഹം കണ്ണുകളെ മറച്ചു. ആ ദുര്യോധനനോടുള്ള ഇഷ്ടം. ദുര്യോധനൻ ജനിച്ച ഉടനെ വിതുരർ വന്ന് പറഞ്ഞതാ, ഈ കുട്ടി നാടിനകത്താണ്, ഇവനിപ്പോൾ ഉപേക്ഷിക്കുന്നു. ആർക്കെങ്കിലും ഉപേക്ഷിക്കാൻ തോന്നുന്നു തൻ്റെ പുത്രനെ? എന്തായാലും
അപ്പോൾ ദുര്യോധനൻ കാരണം മനസ്സിൽ വിഷമം. എന്നാൽ ദുര്യോധനന് പറയുന്നത് അനുസരിക്കാതിരിക്കാൻ ധൃതരാഷ്ട്രർക്ക് പറ്റിയില്ല. രാജസൂയം ആരംഭിച്ചപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് പകരം എൻ്റെ മാമൻ കളിക്കുമെന്ന്. അന്ന് കണ്ണു കാണാത്ത സുബലജ, അതായത് ഗാന്ധാരിക്കും ധൃതരാഷ്ട്രനും ഒരു സഹായി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ശകുനി അവിടേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ കഥ വേറെയാണ്. ഏതായാലും ശകുനി കുരുവംശം മുടിക്കാൻ വന്നവനാ. അതുകൊണ്ട് കുരുവംശത്തിലേക്ക് ശകുനി എപ്പോഴും ഉണ്ട്. ശകുനിയുടെ ഉപദേശം കൂടെ ശകുനിക്ക് എന്താണെന്ന് വെച്ചാൽ തൻ്റെ മരുമക്കളെ ദുരുപദേശം ചെയ്ത് നശിപ്പിക്കണം. അതാണ് ഉദ്ദേശം. കാരണം എൻ്റെ ജ്യേഷ്ഠത്തിയെ പറ്റിച്ച് കല്യാണം കഴിച്ചവരാ, കണ്ണു കാണാത്തവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചവരാ, ആ കുടുംബം നശിപ്പിക്കും ഞാനെന്നാണ് ശകുനിയുടെ വിചാരം. പക്ഷേ സ്നേഹത്തിൽ ഇങ്ങനെ എണ്ണ പുരട്ടി നീ എനിക്ക് ആരാ, നിന്നില്ലാതെ ഞാനുണ്ടോ എന്ന് പറഞ്ഞ് പറ്റിക്കാം. അപ്പം പറഞ്ഞു എൻ്റെ അമ്മാവൻ കളിക്കും. ശകുനിക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? കഥാപാത്രം സ്ത്രീയല്ല എന്നാലും പറയാം. മഹാഭാരതത്തിലെ ആ സുബല രാജാവ് ആക്രമണങ്ങൾ അനുഭവിച്ചു ഭീഷ്മ പിതാമഹൻ ഒരിക്കൽ ആക്രമിച്ച് ഇവരെയൊക്കെ ജയിലിലിട്ടിട്ട് ഒരാൾക്ക് ഉണ്ണാനുള്ള ഭക്ഷണം കൊടുക്കുള്ളൂ. ഇവര് 5 മക്കളും അച്ഛനും ഉണ്ട്. പക്ഷെ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യൂ അത്രയോ? ഒരാൾക്ക് കഴിക്കുന്ന ഭക്ഷണം മുഴുവനായിട്ട് ആ ശകുനിയെ കൊണ്ട് കഴിപ്പിക്കും. ശകുനിയാണ് ഇളയ മകൻ. ശകുനിയെ കൊണ്ട് കഴിപ്പിക്കും. അങ്ങനെ ഒരു 2 മാസം പട്ടിണി കടന്നപ്പോൾ ഇവർ 5 പേരും മരിക്കാറായ സമയത്ത് ശകുനിയോട് പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ, ഈ എൻ്റെ വിരലുകൾ അറുത്തെടുത്ത് അതുകൊണ്ട് ചൂതുകളിക്കുള്ള എന്താ പറയുക, അതിനുള്ള കരു ഉണ്ടാക്കൂ, നീ എവിടെയും ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കയ്യിലുണ്ട്. ആരുടെ കയ്യിൽ? ശകുനിയുടെ കയ്യിൽ. ഇത് ദുര്യോധനനെ അറിയാം. അതുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, അമ്മാവൻ കളിച്ചാൽ മതി. ഇവർക്കും പറയാമായിരുന്നില്ലേ, മാതുലേയൻ അമ്മാവൻ്റെ മകൻ കൃഷ്ണൻ ഞങ്ങൾക്കുണ്ട്. കൃഷ്ണൻ ചൂത് കളിക്കുന്ന പറഞ്ഞാൽ മഹാഭാരത കഥയേ ഇല്ല. കൃഷ്ണൻ അറിയരുത് നമ്മുടെ ചൂതുകളി എന്ന് വിചാരിച്ചു. അതുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞില്ല. എന്നാൽ ചൂതുകളി അറിയുമോ അവർക്ക്? ഒരു ചൂതും പാതും ഇല്ലാത്തവർക്ക് എന്ത് ചൂതുകളി അറിയും? വഞ്ചന അറിയില്ലല്ലോ. ധർമ്മിഷ്ഠനല്ലേ. ധർമ്മിഷ്ഠൻ ഓരോന്നായിട്ട് പണയം വെച്ചു. ചൂതുകളിക്ക് പന്തയം വെക്കണം. രാജ്യം പണയം വെച്ചു, രാജ്യത്തിലത്തെ സ്വത്ത് പണയം വെച്ചു, പ്രകൃതി മുഴുവൻ പണയം വെച്ചു. എല്ലാം ഇങ്ങനെ പോയപ്പോൾ സഹോദരന്മാർ ഓരോരുത്തരായിട്ട് പണയം വെച്ചു. തന്നെയും പണയം വെച്ചു. ഇനി ഞാൻ തോറ്റു, നിങ്ങൾ പറയുന്ന ശിക്ഷ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പുറപ്പെട്ടപ്പോൾ ശകുനി പറഞ്ഞു, നീ മറന്നുവല്ലോ, നിനക്ക് ഒരാളും കൂടി ഉണ്ടല്ലോ പണയം വയ്ക്കാൻ എന്ന് പറഞ്ഞ് പിന്നെയും പ്രേരിപ്പിച്ചു. സ്ഥലകാലബോധമില്ലാതെ യുധിഷ്ഠിരൻ പാഞ്ചാലിയെയും പണയം വെച്ചു. ഈ സമയത്ത് പാഞ്ചാലി രജസ്വലയാണ്. അപ്പം അവൾ അകത്തിരിക്കുകയാണ്. ഉടനെ സന്തോഷം കൊണ്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ആർഭരിച്ചു. അധികം ആർഭരിച്ചത് കർണനാണ്. കാരണം തന്നെ നിറഞ്ഞ സദസ്സിൽ വെച്ച് സൂതപുത്രൻ എന്ന് വിളിച്ചവളാവൾ. അവളെ ഒരു പരുവമാക്കണമെന്ന് കർണൻ തീരുമാനിച്ചു. വരാൻ പറഞ്ഞ ഒരാൾ പോയി പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാനിപ്പോൾ വരില്ല, സദസ്സിലേക്ക് വരാനുള്ള സന്ദർഭമല്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു വെച്ചു. ഇത് കേട്ടപ്പോൾ ദുശാസനോട് പറഞ്ഞു, ദുശാസന അവളെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകാനായി. ദുശാസനൻ പോയി വിളിച്ചപ്പോഴും അവൾ വരാൻ തയ്യാറായില്ല. നിർബന്ധമായി വലിച്ചഴച്ചു കൊണ്ടുവന്നു. രജസ്വലയായി വരുന്ന വഴിയിലൊക്കെ രക്തം ചിന്തിക്കൊണ്ടാണ് വന്നത്. അവൾ കരഞ്ഞു പിടിച്ച് കാലപേക്ഷിച്ച് നോക്കി, ആരും കൂട്ടാക്കിയില്ല. സദസ്സിൽ കൊണ്ടുവന്നു, നേരെ നിർത്തിക്കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ ഭർത്താക്കന്മാരെയൊക്കെ നോക്കി, ഓരോരുത്തരെയും. ഭീമസേനനെ നോക്കി, അർജുനനെ നോക്കി, യുധിഷ്ഠിരനെ നോക്കി. നകുലൻ ബുദ്ധിയുള്ളവനാണ്, സഹദേവൻ അതിബുദ്ധിയുള്ളവനാണ്, ഇവരാരെങ്കിലും തന്നെ രക്ഷിക്കുമോ നോക്കി എല്ലാവരും തലയും കുമ്പിട്ടിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചു, രാജാവ് തന്നെ പണയം വെക്കുന്നതിന് മുൻപാണോ എന്നെ പണയം വെച്ചത്, അല്ല പണയം വെച്ച് കഴിഞ്ഞിട്ടാണോ എന്നെ വെച്ചത്? ന്യായം ചോദിക്കുകയാണ്. അത് ചോദിക്കാനുള്ള തൻ്റെ ഇടം ദ്രൗപദിക്കുണ്ടായി. അതാണ് മഹാഭാരതത്തിലെ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ പറഞ്ഞു, പണയം വെച്ച ശേഷം ഒരു അടിമയായ ഒരാൾക്ക് മറ്റൊരാളെ പണയം വെക്കാൻ എന്തവകാശം എന്നിവൾ ചോദിച്ചു.
പറയൂ ഭീഷ്മ പിതാമഹ എന്ന് പറഞ്ഞു. ഭീഷ്മ പിതാമഹൻ തലയിങ്ങനെ 4 ആട്ടാട്ടി തല താഴ്ത്തിച്ചു. ദ്രോണപുത്രൻ പുറത്തേക്കേ നോക്കിയില്ല. കൃപാചാര്യരുണ്ട്, അദ്ദേഹവും നോക്കിയില്ല. ആ സദസ്സിലുള്ളവരാരും ഒരു മറുപടി പറഞ്ഞില്ല. ധൃതരാഷ്ട്രന് കണ്ണു കാണില്ലെങ്കിലും ശ്വശുരനോട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഞാൻ ഇവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ പെപ്പേ എന്ന് പറഞ്ഞ് വിളിച്ചു എന്നല്ലാണ്ട് ഒരക്ഷരം പറഞ്ഞില്ല. അവസാനം പാഞ്ചാലി എന്ത് ചെയ്തു വെച്ച് ആരും തന്നെ രക്ഷിക്കാൻ പോണില്ല എന്നങ്ങോട്ട് ഉറപ്പിച്ചപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ് മനസ്സുകൊണ്ട്. ദ്വാരകാവാസിന്ന വിളിച്ചത്. ദ്വാരകാവാസിന്ന് വിളിച്ചു. നീ ദ്വാരകാവാസിനെ വിളിക്കണം, ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ദുശാസനം ചെയ്തു. അഗ്രേ കുരുണാമധ പാണ്ഡവാനം, കുരുക്കളുമുണ്ട് പാണ്ഡവന്മാരുമുണ്ട്. ദുശാസനേനാഹൃത വസ്ത്രകേശ, ഈ ഒരു വസ്ത്രവും നിനക്ക് വേണ്ടാന്ന് പറഞ്ഞ് വലിക്കണം. ഒറ്റ വസ്ത്രം എടുത്തിട്ടുള്ളൂ. ആ വസ്ത്രത്തിനെ പിടിച്ച് വലിക്കാൻ പുറപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യിച്ചു, വസ്ത്രത്തിൻ്റെ അറ്റ ഇങ്ങനെ പല്ലിൽ കടിച്ചു പിടിച്ചു പോവാണ്ടിരിക്കാൻ. പല്ലിൽ കടിച്ചു പിടിച്ചു കൊണ്ടിട്ടാണ് അവളെല്ലാവരെയും നോക്കിയത്. ആരും രക്ഷയില്ല. ഇനി ഭഗവാൻ തന്നെ രക്ഷയുള്ളൂ വെച്ചാൽ വായോണ്ട് ഭഗവാനെ വിളിക്കണ്ടേ? പല്ലിലത്തെ പിടി വിട്ടു. എന്നിട്ട് ദ്വാരകാവാസിന്ന് വിളിച്ചു. അപ്പോഴും ഭഗവാൻ വന്നില്ല. ദ്വാരകയിൽ ഇരിക്കുന്ന ആൾക്ക് വരാൻ കുറേ നേരം വേണ്ടേ? അവസാനമാണ് എനിക്കെല്ലാം അങ്ങ് തന്നെയാണ് ഗോവിന്ദ ദാമോദര മാധവ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു. വിളിച്ചപ്പോഴേക്കും എന്തായി എന്ന് വെച്ചാൽ വസ്ത്രരൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഇവർ ഈ ദുശാസനൻ വസ്ത്രം അലിക്കുന്തോറും അവളെ വസ്ത്രം ചുറ്റിക്കൊണ്ടേയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കൈ കുഴഞ്ഞ് ആ ദുശാസനൻ അവിടെ വീണു. അത്രയ്ക്കുമായപ്പോൾ ദ്രൗപദി അവരോടൊക്കെ ചോദിച്ചു, എനിക്കിപ്പോൾ ഈ കുരുവംശം അഴിച്ചു കളയാനുള്ള തപശക്തിയുമുണ്ട്, മനഃശക്തിയുമുണ്ട്, ബുദ്ധിശക്തിയുമുണ്ട്. ഞാൻ ഇപ്പോൾ ഇവരെയൊക്കെ ശപിച്ച് ഭസ്മമാക്കും. അത് കേട്ടപ്പോൾ ഗാന്ധാരി കണ്ണു കാണുന്നില്ലെങ്കിലും ഗാന്ധാരിയുടെ ഉള്ളിലുള്ളതായ പ്രാളം പുറത്തുനിന്ന് കാണില്ലല്ലോ. ഓടി വന്ന് പറഞ്ഞു, സുഷേ അരുത്, വംശം നശിപ്പിക്കരുത്. വേഗം ഗാന്ധാരി എല്ലാവരോടായിട്ട് പറഞ്ഞു. ധൃതരാഷ്ട്രല്ലേ പറയാത്തതുള്ളൂ. അവിടെയാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രത്യേകത എന്ന് പറയാൻ കാരണം. ഗാന്ധാരി പറഞ്ഞു, അതെ, നമ്മളാരും ഇവരെ കാട്ടിലേക്ക് അയക്കുന്നില്ല. ഈ കാട്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞതൊക്കെ പിൻവലിച്ചു. അവരിൽ നിന്ന് പണയപ്പാടെടുത്തത് മുഴുവൻ അവർക്ക് തിരിച്ചു കൊടുക്കുക. നമ്മളുടെ മരുമകൾ ശപിക്കാനിടവരുത് എന്ന് പറഞ്ഞു. തിരിച്ചുപോയി. ഇവർക്ക് ആകെ കഷ്ടമായി. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവർ കഷ്ടമായി. വീണ്ടും ചൂത് കളിക്കാൻ വിളിച്ചു. വീണ്ടും ചൂത് കളിക്കാൻ വിളിച്ചപ്പോൾ പകയുണ്ടല്ലോ. ഒരിക്കൽ പറ്റിയ അബദ്ധം പിന്നെ പറ്റുമോ? വീണ്ടും ചൂത് കളിക്കാൻ പുറപ്പെട്ടു വന്നു. ഈ പാഞ്ചാലി പറഞ്ഞു, എൻ്റെ തലമുടി ഉണ്ടല്ലോ, ഇത് ഞാൻ കെട്ടണമെങ്കിൽ എന്നെ തലമുടിക്ക് പിടിച്ചു വലിച്ച ആ ദുശാസനന്റെ രക്തമെടുത്ത് എൻ്റെ തലയിൽ പരട്ടണം. ഭീമസേനൻ പറഞ്ഞു, ഞാൻ ഏറ്റു. ഉടനെ ഭീമസേനന്റെ കയ്യിൽ ഗതയുണ്ട്. ഭീമസേനൻ പറഞ്ഞു, ഞാനത് ഏറ്റു എന്ന്. രണ്ടാമതും ചൂത് കളിച്ചു. അവർക്ക് 12 വർഷം വനവാസത്തിൽ ഇരിക്കേണ്ടി വന്നു. 1 വർഷം അജ്ഞാതവാസം. ഇത് തോറ്റുപോയി. അപ്പോൾ അവർ 12 വർഷം കാട്ടിലേക്ക് പോകാൻ. അങ്ങനെ കാട്ടിൽ അലഞ്ഞ് നടക്കുമ്പോഴാണ് ദൗമ്യ മഹർഷിയും മാർക്കണ്ഡേയ മഹർഷിയും ദ്രൗപദിയുടെ കഷ്ടങ്ങളൊക്കെ പറഞ്ഞ് കണ്ണീരൊഴുക്കുമ്പോൾ, കഷ്ടങ്ങളുടെ ആരംഭം സംസാരം എന്നുള്ളത് ദുഃഖമാണ് എന്ന് ദ്രൗപദി അറിഞ്ഞു തുടങ്ങിയത് പാണ്ഡവന്മാരുടെ കൂടെ കൂടിയപ്പോഴാണ്. അപ്പോൾ അവർ ആ കഥകൾ പറയാനായിട്ട് പുറപ്പെട്ടു. ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയാണ്, എന്താണ്, സംസാരിയായിട്ടുള്ള ഒരുത്തൻ അദൃശ്യങ്ങളായ ഏതോ കരങ്ങൾ നമ്മളെ പിന്തുടരുകയാണ്. അദൃശ്യമാണ്. അതിനെ നമ്മൾ വിധി വൈപരീത്യം എന്നൊക്കെ പറയും. വിധിയാണ് നമ്മളെയൊക്കെ അങ്ങനെ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പുരാണ കഥകൾ മുഴുവൻ, അല്ലേ? വാസ്തവത്തിൽ ഈ ദ്രൗപദിക്ക് അപമാനിച്ച ദ്രോണരെ വകവരുത്താനായിട്ട് അഗ്നിയിൽ നിന്നുണ്ടായൊരു പുത്രനും വീരശൂര പരാക്രമിയായ അർജുനനെ വിവാഹം ചെയ്യാൻ ഒരു പുത്രിയും വേണമെന്ന് പറഞ്ഞിട്ടാണ് യാഗം ചെയ്തത്. അങ്ങനെയാണ് ദ്രൗപദി ഉണ്ടായത്. ചുരുക്കത്തിൽ ജനിച്ച ഉടനെ അഗ്നിയിൽ നിന്ന് ജനിച്ചു. ജീവിക്കുന്ന കാലത്തിൽ 5 ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ടി വന്നു. മരണകാലത്ത് എന്തെങ്കിലും മെച്ചുണ്ടായോ? എല്ലാവരും ആരോപണങ്ങൾക്കും അപമാനങ്ങൾക്കും പാത്രീഭൂതയായ
പാഞ്ചാലി. അങ്ങനെ ഒരു അപമാനം ആർക്കാണ്ടായിട്ടുള്ളത്? നിറഞ്ഞ സദസ്സിൽ വെച്ച് ദുശാസനാൽ ആഹരിക്കപ്പെട്ടു. യുദ്ധമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കാം, താൻ വിചാരിച്ചിടത്തേക്ക് എത്തി, ദുശാസനെ കൊന്നുള്ള രക്തം കൊണ്ട് തൻ്റെ കല കെട്ടി എന്ന് വിചാരിച്ചപ്പോഴാണ് 5 പുത്രന്മാര് ആ അശ്വത്ഥാമാവിനാൽ വധിക്കപ്പെട്ട് പുത്രദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ മരണസമയത്ത് നന്നായോ? അപ്പോഴും ഭർത്താവായ യുധിഷ്ഠിരൻ ആരോപിച്ചു. കാരണം ഇവരൊക്കെ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടുകയാണ്. മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടുമ്പോൾ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ വീഴുക. തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് നിയമം. തിരിഞ്ഞു പോയി രക്ഷിക്കാനും പാടില്ല എന്ന നിയമം. ആ നിബന്ധനയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ വീഴണം. ദ്രൗപദി വീണു എന്ന് കണ്ടപ്പോൾ പഞ്ചപാണ്ഡവന്മാർക്കും വിഷമം. ഇപ്പൊ പറഞ്ഞത് അവൾ അർഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആര്? യുധിഷ്ഠിരൻ. എന്തർഹിക്കുന്നു? ദ്രൗപദി ഇത് അർഹിക്കുന്നു തന്നെ എന്ന് വീണ്ടും പറഞ്ഞു. എന്താണ് കാരണം? 5 പേരെ വിവാഹം കഴിച്ചിട്ടും ദ്രൗപദിയിലുള്ള പ്രിയം അർജുനനോടായിരുന്നു. ആ പക്ഷഭേദം അവൾ എപ്പോൾ കാണിച്ചുവോ അവൾ ഇതിനർഹിക്കുന്നു. അപ്പോഴും ഒരു ആരോപണം കേൾക്കേണ്ടി വന്നില്ലേ? മരണത്തിൽ പോലും ആ പാഞ്ചാലിക്ക് അത് അഗ്നി പരീക്ഷകൾക്ക് വശംവദയാകേണ്ടി വന്നു എന്നുള്ളതാണ്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 മക്കളുണ്ടായിരുന്നു. പക്ഷെ ആ 5 മക്കളും മരിച്ചുപോയി. അഗ്നി പരീക്ഷ എന്നൊക്കെ പറയില്ലേ? ആ അഗ്നിയിൽ കുരുത്തത് എന്ന് പറയില്ലേ? അഗ്നി പരീക്ഷകളിൽ പിടിച്ചു നിന്നവളാണ് ആ ദ്രൗപദി. അപമാനം കൊണ്ട് അവസാനം മരിച്ചു വീണു, ആരോപണവിധിയായി. വാസ്തവത്തിൽ അവൾക്കുള്ള പേരുകൾ ഞാൻ പറഞ്ഞോളെ, യാജ്ഞസേനി എന്ന് പേരുണ്ട്, ദ്രൗപദി എന്ന് പേരുണ്ട്, പാഞ്ചാലി എന്ന് പേരുണ്ട്, കൃഷ്ണ എന്ന് പേരുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞാൽ, ഈ ദ്രോണനെ കൊല്ലാനൊരു പുത്രൻ ആലോചിച്ചു, ന്യായം. അർജുനന് കൊടുക്കാൻ ഒരു പുത്രിയെ എന്ന് ആലോചിച്ചു, അതും ന്യായം. പക്ഷെ അർജുനനെ മാത്രമല്ല വിവാഹം ചെയ്യേണ്ടി വന്നത്, 5 പേരെയും വിവാഹം ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ കഴിഞ്ഞ അജ്ഞാതവാസകാലത്ത് അതിലും ആപത്ത്. അജ്ഞാതവാസകാലത്ത് ഇരിക്കുന്ന കാലത്ത് 5 പേരും അവിടെ ഉണ്ട്. ഒരാള് നർത്തകിയായിട്ടുള്ള അർജുനൻ, കയ്യിൽ വളയിട്ട് കഴുത്തിൽ മാലയിട്ട് തലയൊക്കെ കെട്ടി, അങ്ങനെ വീരൻ പോയിട്ട് വെറും ഡാൻസുകാരിയായി മാറി. ഭീമസേനൻ പാചകക്കാരനായിട്ട് കൂടി. നകുല സഹദേവന്മാർ കുതിരകളെയും പശുക്കളെയും നോക്കാൻ ഏൽപ്പിച്ചു. ധർമ്മപുത്രർ ചൂതുകളി തോറ്റ് ഇപ്പൊ ചൂതുകളി പഠിക്കാൻ ആരുടെ കൂടെ? അവിടുത്തെ രാജാവിൻ്റെ കൂടെ. അങ്ങനെ ഇരിക്കുമ്പോൾ പാഞ്ചാലി സൈരന്ധ്രിയായിട്ട്, അതായത് ഒരു ബ്യൂട്ടീഷ്യനായിട്ട് രാജകുമാരിയെ ഒരുക്കുന്നതൊക്കെ ആയിട്ട് നിയമിച്ചു. അങ്ങനെ അവൾ ഇരിക്കുകയാണ്. അപ്പം എപ്പോഴും രാജ്ഞിയോട് പറയും, എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, അവര് ഗന്ധർവന്മാരാണ്, അവർ വലിയ ശക്തിയുള്ളവരാണ്, എനിക്കെന്തെങ്കിലും ആപത്ത് വന്നാൽ ഞാൻ രക്ഷിച്ചോളും എന്നൊക്കെ പറയാറുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സഹോദരിയെ കാണാനായിട്ട് സഹോദരനായ കീചകൻ നാട്ടിലേക്ക് വരും. അന്ന് കീചകൻ വിരാട് നഗരത്തിലേക്ക് വന്നു. അയാൾക്ക് എവിടെയും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, അല്ലാത്തവർക്ക് അന്തപുരത്ത് കിടക്കാൻ പാടില്ല. പക്ഷെ സഹോദരിയെ കാണാൻ അന്തപുരത്തിലേക്ക് കടന്നു കീചകൻ. അന്തപുരത്തിലേക്ക് വന്ന അദ്ദേഹം സൈരന്ധ്രിയായ ബ്യൂട്ടീഷ്യനായ നമ്മുടെ ദ്രൗപദിയെ കണ്ടു. ദ്രൗപദിയുടെ അംഗലാവണ്യം സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമാണല്ലോ. അപ്പോൾ വലിയ സന്തോഷം തോന്നി. അപ്പോൾ അവളോട് കുറച്ച് അടുത്ത് പെരുമാറാൻ നോക്കി. അടുത്ത് പെരുമാറും തോറും അവൾ അകന്നകന്നു നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? ആ സൈരന്ധ്രിയോട് യജമാനത്തിയോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ മര്യാദയ്ക്ക് പെരുമാറുന്നില്ല കേട്ടോ, എൻ്റെ 5 ഗന്ധർവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരന് പ്രശ്നമാകും. പക്ഷേ സഹോദരൻ്റെ പക്ഷത്തിലായിരുന്നു. അപ്പോൾ കീചകനുമായിട്ട് ഒരു ടൈപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം കീചകൻ അവിടെ തേനും മധുരവും അങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുകയാണ്, അതിനോടൊപ്പം ഓരോ മധുപാനവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈരന്ധ്രിക്ക് എന്ത് പറഞ്ഞ് ജോലിയായാലും ചെയ്യണമല്ലോ, നീ പോയി അവിടെ നല്ല ജ്യൂസുകളൊക്കെ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു വെച്ചു. അവൾക്ക് ഇഷ്ടമില്ലാതെ പോലും അവൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ കീചകൻ അവളെ ആക്രമിക്കാൻ പുറപ്പെട്ടു. അവൾ ജീവനും കൊണ്ട് ഓടി വന്നു. ഈ വിവരം ആരോട് പറയും? രാജാവിൻ്റെന്ന് ഒരു നിമിഷം നീങ്ങാത്ത കങ്കനോട് എങ്ങനെ പറയാൻ? ഇവിടെ ബൃഹന്നളയായിട്ട് നടക്കുന്ന അർജുനനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് അവളെ ഭീമസേനോട് ഇത് പറഞ്ഞു വെച്ചു. അപ്പം ഭീമസേനൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു. ഞാൻ നിനക്ക് അനുകൂലമാണ് എന്നുള്ള മാതിരി കീചകനോട് സംസാരിക്കുക.
നാട്യശാലയ്ക്ക് വന്നോളാൻ പറയാം, പിന്നെ ഞാൻ ഏറ്റോളാം. അതനുസരിച്ച് ഇവർ ഹാവഭാവാദികളൊക്കെ കാണിച്ച് കീചകനോട് പറഞ്ഞു, നാട്യശാലയിൽ ഇന്ന നേരത്ത് വരിക, ഞാൻ അങ്ങയുടെ ഇംഗിതം സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി കീചകന്. കീചകൻ അതനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ പോവാണ്. അതിനു മുമ്പേ ഭീമസേനൻ ഇപ്പൊ കൊല്ലുന്നു പറഞ്ഞ് പുറപ്പെട്ടു പോകും. അപ്പൊ കങ്കൻ കണ്ണുകൊണ്ട് കാണിച്ചു, ഒരമർത്തമർത്തി, നീ ഇപ്പത് കാണിച്ചാൽ നീ ഭീമസേനനാണെന്ന് എല്ലാവരും അറിയും എന്ന്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യണം, എന്തായാലും പാഞ്ചാലിയെ രക്ഷിക്കേണ്ട ചുമതല തനിക്കാണെന്ന് തീരുമാനിച്ച ഭീമസേനൻ ആ നാട്യശാലയില് പുതച്ചു മൂടിക്കിടുന്നു. നാട്യശാലയ്ക്ക് നല്ല മദ്യപാനമൊക്കെ ചെയ്ത് കയറിയതായ കീചകൻ അവിടെ കിടക്കുന്നത് പാഞ്ചാലി തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു, ഒരൊറ്റ ചവിട്ടും. അതോടുകൂടി കീചകന്റെ കഥ കഴിഞ്ഞു. കാരണം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, വേറെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അങ്ങനെ ഭീമന്റെ അടിയേറ്റ് കീചകൻ മരിച്ചു. അങ്ങനെ വലിയൊരു അഗ്നിപരീക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതേപോലെ തന്നെ അവർ ദ്വൈതവനത്തിൽ വസിച്ചിരുന്ന കാലത്ത് ദുര്യോധനാദികൾക്ക് ഒരു സഹോദരിയുണ്ട്, ദുശ്ശല. ദുശ്ശലയ്ക്ക് ഭർത്താവാണ് ജയദ്രഥൻ, സിന്ധുദേശത്തിലെ രാജാവ്. ആ ജയദ്രഥൻ എന്ത് ചെയ്തു, ഇവരൊക്കെ കാട്ടില് വിറകും കായ്കനികളും ഒക്കെ പറിക്കാൻ പോയ സമയം നോക്കിയിട്ട് ഈ ദ്രുപദരാജകുമാരി ഇരിക്കുന്ന പർണശാലയിലേക്ക് വന്നു. പർണശാലയിലേക്ക് വന്നിട്ട് ദ്രുപദകുമാരിയെ ബലാത് പിടിക്കാൻ പുറപ്പെട്ടു. അവൾ ഉറക്കെ നിലവിളിച്ചു. അപ്പോഴേക്കും അവൻ ഓടിപ്പോയി. ഇതറിഞ്ഞ ഭീമസേനാദികൾ വന്ന് ആ ജയദ്രഥനെ ശരിക്കും നല്ല പൂശി. ജയദ്രഥന് വലിയ നാണക്കേടായി. ഇതിനെ എന്തെങ്കിലും രക്ഷിക്കണ്ടേ, താനിങ്ങനെ അപമാനിതനായാലൊന്ന് തലമൊട്ടേക്കടിച്ച് സന്യാസിയുടെ വേഷത്ത് തപസ് ചെയ്യാൻ പുറപ്പെട്ട ദുര്യോധനന് സങ്കടം. തൻ്റെ ഒരേ ഒരു സഹോദരിയുടെ ഭർത്താവ് തനിക്ക് കൂട്ടാണെന്ന് വിചാരിച്ചവൻ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്തിരുന്നത് എങ്ങനെയാ? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞൊന്നും പിന്നെ യുദ്ധത്തിന് തയ്യാറായി വന്നുന്ന. അപ്പൊ അങ്ങനെ ഒരു ആപത്ത് വീണ്ടും ഈ ദ്രൗപദിക്ക് ഏൽക്കേണ്ടി വന്നു. നമ്മൾ പറയില്ലേ, തീയിൽ കുളിത്തവള് തീയിൽ തന്നെ പെടുകയെന്ന്. അതുകൊണ്ട് എത്ര അഗ്നിയിൽ പെട്ടിട്ടും ആ ശലഭം പോലെ അഗ്നിയിൽ ബന്ധുപോയില്ല ദ്രൗപദി. ദ്രൗപദിക്ക് ബുദ്ധിശക്തി ഉണ്ടായിരുന്നു, മനഃശക്തി ഉണ്ടായിരുന്നു, യുക്തി ഉണ്ടായി. ഇത് മൂന്നുമുള്ളവര് ജീവിതത്തിൽ മുന്നേറും എന്ന് ദ്രൗപദി വൃത്താന്തം കൊണ്ട് നമുക്ക് ഭാരതകാരൻ, മഹാഭാരതം രചിച്ചവര് നമുക്ക് പറഞ്ഞു തന്നു. ഇത്രയും പറഞ്ഞപ്പോൾ ഈ ഭീഷ്മപിതാമഹൻ എല്ലാം അറിഞ്ഞവനായിട്ടും എല്ലാ ധർമ്മങ്ങളും ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരന് ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്. ദാനധർമ്മം, സത്യധർമ്മം, സ്ത്രീധർമ്മം, സന്യാസധർമ്മം, നാട്ടിലില്ലാത്ത ധർമ്മം മുഴുവൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ പാഞ്ചാലി ചിരിച്ചു അത്രേ. കാരണം ഇത്രയും വലിയ സ്ത്രീധർമ്മമൊക്കെ പറയുന്ന ആള് നിറഞ്ഞ സദസ്സില് ഞാൻ വസ്ത്രമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഒരു നാവനക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് മനസ്സിലാക്കി അദ്ദേഹം പറയാണ്, നല്ല ഭക്ഷണം വേണം കഴിക്കാൻ, നല്ല ബുദ്ധി വരാൻ. നമ്മൾ ആരുടെ ഭക്ഷണം കഴിക്കുന്നുവോ ആ ബുദ്ധിയെ നമുക്ക് വരും. അതുകൊണ്ട് പണ്ടൊക്കെ എന്ത് ചെയ്യിച്ചാല് നമ്മുടെ അമ്മമാരെ, ഇപ്പൊ നമ്മൾ ചെയ്യണില്ല, കാലത്തേറ്റ് കുളിച്ച് നാമം ചൊല്ലിക്കൊണ്ടാണ് ഭക്ഷണം പാകം ചെയ്യുക. സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളുണ്ട്. അദ്ദേഹത്തെ ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചാൽ അദ്ദേഹം പറയും, ഒരു 10,000 പ്രാവശ്യമെങ്കിലും ഹരേ രാമ പറഞ്ഞവൻ്റെ വീട്ടിലേ ഞാൻ ഭക്ഷണത്തിന് വരുള്ളൂ എന്ന്. കാരണം അല്ലെങ്കിൽ ആ ഭക്ഷണം ശുദ്ധമല്ല എന്നൊരു തോന്നലാണ്. ആ മനഃശുദ്ധിയോടുകൂടി വേണം ചെയ്യാൻ. ദുര്യോധനന് എന്നും അസൂയയാ, എങ്ങനെയെങ്കിലും പാണ്ഡവന്മാരെ ഇല്ലാതാക്കി തീർക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ ഭീമസേനന് വിഷം കൊടുത്തത്, അരക്കിലത്തിൽ തീ വയ്ക്കാൻ പുറപ്പെട്ടത്, കാട്ടിലിരുന്നതായ ദ്രൗപദിയെയും കുട്ടരെയും പറ്റിക്കാനായിട്ട് ദുർവാസസിനെ പറഞ്ഞയച്ചത്. ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ദുര്യോധനന്റെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്, അതുകൊണ്ടാണ് എൻ്റെ ബുദ്ധി ഒന്ന് കലുഷിതമായിരുന്നത് എന്ന് പറഞ്ഞു അത്രയും. അപ്പൊ മഹാഭാരതത്തിലൂടെ നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാത്വികമായിരിക്കണം. സാത്വികമായ ഭക്ഷണം കഴിക്കുന്നവൻ്റെ ഉള്ളില് സത്വഗുണമുണ്ടാകും. സത്വഗുണമുണ്ടായാൽ മനസ്സ് ശുദ്ധീകരിക്കും. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ശുദ്ധേ മനസ്സി ഗോവിന്ദ, ശുദ്ധമായ മനസ്സിൽ ഭഗവാൻ കുടികൊള്ളും. മഹാഭാരതത്തിൽ ഓരോ കഥയെടുക്കുമ്പോഴും നമ്മൾ അത് നല്ലവണ്ണം നോക്കണം. സത്യവതിയാണ് പിന്നെ ഒരു കഥാപാത്രം.
സത്യവതി എങ്ങനെയാന്ന് വെച്ചാൽ കറുത്ത നിറം, മത്സ്യഗന്ധം, ഒരു മുക്കുവൻ്റെ മകള്. അവള് ദാസരാജനാണ്. മുക്കുവന്മാരിലും രാജാവുണ്ടല്ലോ, മുക്കുവന്മാരിലെ നേതാവിൻ്റെ മകളാണ്. നദി കടത്താനായിട്ട് തോണി തുഴയുന്നതാണ് ജോലി. ഒരു ദിവസം തോണി തുഴയാൻ പുറപ്പെട്ടു. ആ സമയത്ത് പരാശര മഹർഷി ആ തോണിയിൽ കയറി. ഒക്കെ ഭഗവത് പ്രേരണയൈവ നൂനം, ഭഗവാന്റെ പ്രേരണയാണ്. നമ്മൾ കുറ്റമൊന്നും ആരെയും പറയണ്ട, ഭഗവത് പ്രേരണയാണ് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവത് പ്രേരണ കാരണം പരാശര മഹർഷിക്ക് ആ മുക്കുവ സ്ത്രീയായ മത്സ്യഗന്ധിയായ സത്യവതിയിൽ ഒരു കാമമുണ്ടായി. സത്യവതി പറഞ്ഞു, ഇത് എന്താ ഇത്? അങ്ങ് മഹർഷിയല്ലേ, ജ്ഞാനമുള്ളവനല്ലേ, ജ്ഞാനികളുടെ മനസ്സിനെ പോലും ഈ മായ മോഹിപ്പിക്കുമല്ലോ. അരുത്, എല്ലാ മഹർഷിമാരും കണ്ടുകൊണ്ട് നിൽക്കുന്ന നേരം പിന്നെ എനിക്ക് കന്യകയായിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഏതായാലും എൻ്റെ മനസ്സിലൊരു വികാരം രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിന് നീ എനിക്ക് ഇണങ്ങിയേ പറ്റും. നിനക്കുണ്ടാകുന്ന പുത്രൻ ഉടനെ വലുതാകും. അവൻ ലോകം മുഴുവൻ പ്രശസ്തനായി ലോക നന്മയ്ക്ക് വേണ്ടി ജീവിക്കും. മാത്രമല്ല പുത്രനെ പ്രസവിച്ചാലും നീ കന്യകയായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവസാനം ആ മത്സ്യഗന്ധിയായ സത്യവതിയിലെ പരാശര മഹർഷിക്ക് ദ്വീപിൽ വെച്ച്, ആരും അറിയാത്ത സ്ഥലത്ത് കൊണ്ടുപോയി. ദ്വീപിൽ വെച്ചുണ്ടായ പുത്രനാണ് കൃഷ്ണദ്വൈപായനൻ, അതായത് നമ്മുടെ വേദവ്യാസൻ. ആ വേദവ്യാസനാണ് ഈ മഹാഭാരത കഥയൊക്കെ എഴുതിയത്. എന്നിട്ട് സത്യവതി അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ ശന്തനു എന്ന് പറഞ്ഞല്ലോ, ദേവാബി, ശന്തനു, ബാർഹളൻ 3 പുത്രന്മാരാ. അല്ല, ദേവാബിക്ക് കുഷ്ഠരോഗം പിടിച്ച കാരണം ശന്തനു ആ രാജാവായിരുന്നു. ആ ശന്തനു ശരിക്കും പറഞ്ഞാൽ മഹിഷ്മത് എന്നു പേരായ ഒരു ചക്രവർത്തി. അദ്ദേഹം ഗംഗയെ കണ്ട് മോഹിച്ചിരുന്നു. ഗംഗയെ വിവാഹം ചെയ്തു. ഗംഗ ഭൂമിദേവിയിൽ വന്ന് തയ്യാറായി, ഞാൻ എന്ത് ചെയ്താലും ഒരക്ഷരം മിണ്ടരുതെന്നാണ് പറഞ്ഞു. സമ്മതിച്ചു. ഇതിൻ്റെ ഇടയിൽ അഷ്ടവസുക്കളുണ്ട്. വസു എന്ന് പറഞ്ഞാൽ 8, രുദ്രൻ എന്ന് പറഞ്ഞാൽ 11, ആദിത്യൻ എന്ന് പറഞ്ഞാൽ 12. അത് നിയമം. ദ്വാദശാദിത്യന്മാര്, ഏകാദശ രുദ്രന്മാര്, അഷ്ടവസുക്കള്, പഞ്ചപ്രാണൻ, 3 ഗുണം, അങ്ങനെ ഓരോന്നിനും നമ്പറുണ്ട്. ഈ അഷ്ടവസുക്കളിൽ എല്ലാവരും കൂടി ഒരു പശുവിനെ കട്ടുകൊണ്ട് അതിന് നേതൃത്വം വഹിച്ചവനായിരുന്നു ഇപ്പം ഭീഷ്മനായി പറഞ്ഞ വസു. മറ്റുള്ളവരൊക്കെ ജനിച്ചുടനെ മരിക്കണം. അപ്പം അതിന് ആരെയാണ് അമ്മയായി പ്രാപിക്കേണ്ടത് എന്ന് പറയുമ്പോഴാണ് ഗംഗാനദിക്ക് ഭൂമിയിൽ വന്ന് പിറക്കാനുള്ള ശാപം കിട്ടണം. അപ്പോൾ ഭൂമിദേവി അവരെയൊക്കെ തൻ്റെ പുത്രനായിട്ട് ഏറ്റെടുത്തു. ശന്തനു രാജാവിന് ഗംഗാദേവിയിൽ ആദ്യം ഒരു പുത്രനുണ്ടായി. പുത്രനൊക്കെ ഉണ്ടായി. പുത്രൻ്റെ കണ്ണൊക്കെ സന്തോഷിച്ച് കയ്യിലൊക്കെ എടുത്തു, വാങ്ങിച്ചു. തിരിച്ച് നേരെ കൊണ്ടുപോയിട്ട് നദിയിലേക്ക് ഒരു ഏറ് കൊടുത്തു. രാജാവ് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും ഒന്നും പറയില്ല, പറഞ്ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടേ, അതുകൊണ്ട് മിണ്ടാതിരും. 2ാമത്തെ കുട്ടി പിറന്നപ്പോഴും അത് തന്നെ ചെയ്തു. 3ാമത്തെ കുട്ടി പിറന്നപ്പോഴും അങ്ങ് ചെയ്തു. 4ാമത്തെ കുട്ടി പിറന്നു. അങ്ങനെ 7 പേരെയും കൊന്നു. 8ാമത്തെ കുട്ടിയിലെടുത്തപ്പോൾ രാജാവ് തടഞ്ഞു. രാജാവ് തടഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പോവുകയാണോ സ്വർഗ്ഗലോകത്തേക്ക്? ഏതായാലും അങ്ങ് തടഞ്ഞില്ലേ, കുട്ടി കുറച്ച് വലുതായിട്ട് അവൻ അസ്ത്രവിദ്യയൊക്കെ പഠിപ്പിച്ചിട്ട് തിരിച്ചയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. കുട്ടിക്ക് എന്ത് ചെയ്തു? കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആ കുട്ടി സത്യവ്രതനായിട്ട് വളർന്നു. വളരെ സന്തോഷത്തോടു കൂടി വളർത്തി. ഒരു ദിവസം നായാട്ടിന് വന്നതായ ശന്തനു മഹാരാജാവ് വീരശൂരനായിട്ടുള്ള ഒരു കുട്ടി നദിയിൽ കളിക്കുന്നത് കണ്ടു. അവനെ സ്വീകരിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഗംഗാദേവി പറഞ്ഞ, അങ്ങയുടെ പുത്രനാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ദേവവ്രതൻ എന്നാണ് പേര്. ഈ ദേവവ്രതനെ ഇത് അങ്ങയിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ദേവവ്രതൻ ഹസ്തിനപുരത്തിൻ്റെ യുവരാജാവായിട്ട് വരേണ്ട ആള്. ഒരു ദിവസം ശന്തനു മഹർഷി നായാട്ടിന് പോയി. നായാട്ടിന് പോയപ്പോൾ സത്യവതിയെ കണ്ടു. അപ്പോൾ പരാശര മഹർഷിയുള്ള മത്സ്യഗന്ധമൊക്കെ മാറ്റിയിട്ട് നല്ല ഗന്ധമുള്ളവളാക്കി തീർത്തിട്ടുണ്ട്. അവളെ കണ്ടപ്പോൾ ശന്തനുവിന് വളരെ ആശ. ശന്തനു പറഞ്ഞു, എന്നെ വിവാഹം ചെയ്യണം. അവൾ പറഞ്ഞു, അച്ഛൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ വിവാഹം ചെയ്യാൻ തയ്യാറാണ്. വേഗം ദാസരാജാവിൻ്റെ അടുത്ത് പോയി, ശന്തനുവാണ് ഞാൻ വന്നിട്ടുള്ളത്, എനിക്ക് അങ്ങയുടെ മകളെ കല്യാണം കഴിച്ചു തരണം. ഓ തരാമല്ലോ, പക്ഷെ നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? ഇവളിലുണ്ടാകുന്ന പുത്രൻ രാജാവാകണം. സാധിക്കുമോ? ഗംഗാപുത്രൻ അവിടെ ഉണ്ട്. ഗംഗാപുത്രൻ വീരശൂര പരാക്രമിയായി സർവ്വവിദ്യയും പഠിച്ചു വന്നിട്ടുണ്ട്. ഈ ഗംഗാപുത്രനെ വിട്ടിട്ട് ഇവളുടെ പുത്രനെ രാജാവാക്കാന്ന് പറയാൻ രാജാവിന് മനസ്സായില്ല. ശന്തനു തിരിച്ചു കൊന്നു.
വീട്ടിൽ വന്നിരുന്നിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അച്ഛൻ്റെ സങ്കടമെന്ന് പല പ്രാവശ്യവും പുത്രൻ ചോദിച്ചു, മറുപടി പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം തേരോട്ട് പോകുന്ന മന്ത്രിയോട് ചോദിച്ചു. മന്ത്രി പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അതിൽ പിന്നെയാണ് ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. നേരെ പോയി ദേവവ്രതൻ നേരെ ചെന്നു ദാശരാജാവിനെ വിളിച്ചു. അങ്ങ് എൻ്റെ പിതാവിന് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു കൊടുത്തുകൊള്ളുക. അപ്പം പറഞ്ഞു ഞാൻ രാജാവാകില്ല, പ്രതിജ്ഞ ചെയ്യാം. രാജാവാകില്ലായിരിക്കും, പക്ഷെ നിനക്കുണ്ടാകുന്ന സന്തതി രാജ്യാവകാശം ചോദിച്ചാൽ മൂത്ത പുത്രൻ്റെ സന്തതിയല്ലേ, കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അതും വേണ്ട, ഞാൻ ബ്രഹ്മചര്യം തന്നെ തുടർന്നു കൊള്ളാം, ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായി ജീവിച്ചു കൊള്ളാമെന്ന്. രാജ്യത്തിൽ ഞാൻ ഒരവകാശം പറയില്ല, എനിക്ക് മണ്ണിനോട് ആശയുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ശന്തനു മഹാരാജാവിനൊരു ഖേദമൊക്കെ ഉണ്ടെങ്കിലും ആ സത്യവതിയോടുള്ള കമ്പം കാരണം കല്യാണം കഴിച്ചു. അവർക്ക് 2 പുത്രന്മാരുണ്ടായി, വിചിത്രവീര്യൻ എന്നും ചിത്രാംഗതനും എന്ന് പേരായിട്ട്. അതുണ്ടാകാനുള്ള കഥ ആ 2 പുത്രന്മാരുണ്ടായി. ചിത്രാംഗതൻ വേറൊരു ചിത്രാംഗതനുമായിട്ട് ഏറ്റുമുട്ടി മരിച്ചു. പിന്നെ ഒരാളുണ്ടായിരുന്നു വിചിത്രവീര്യനാണ്. വിചിത്രവീര്യൻ്റെ കല്യാണപ്രായമായപ്പോൾ ഭീഷ്മ പിതാമഹൻ സഹോദരനെ കല്യാണം അന്വേഷിക്കാൻ പുറപ്പെട്ടു. അപ്പോഴാണ് കാശി രാജ്യത്തിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് 3 മക്കളാണ്, അംബ, അംബിക, അംബാലിക, 3 പുത്രിമാരെ വിവാഹം ചെയ്യാനായിട്ട് സ്വയംവരം ഏർപ്പാട്. ഭീഷ്മപിതാവൻ അന്ന് കൊട്ടിക്കട്ടിപ്പറക്കുന്ന സിംഹമാണ്, എവിടെ ചെന്നാലും ജയിച്ചു വരുന്ന ഹസ്തിനപുര രാജാവാണ്. അദ്ദേഹം വന്നിട്ട് നിർബന്ധമായിട്ട് 3 പേരെയും തേരി പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഈ 3 പേരെയും തൻ്റെ വിചിത്രവീര്യന് കല്യാണം കഴിച്ചു കൊടുക്കാൻ, തനിക്ക് സ്വീകരിക്കാനല്ലല്ലോ വിചാരിച്ചു കൊണ്ടുവന്നു. അപ്പോഴാണ് അംബ പറഞ്ഞത്, ഞാൻ മനസ്സുകൊണ്ട് സാൽവരാജാവിനെ ഇഷ്ടപ്പെട്ടു പോയി. പറഞ്ഞു ഒരാളെ ഇഷ്ടപ്പെട്ടവളെ എൻ്റെ സഹോദരന് വേണ്ട, നീ അവിടേക്ക് തന്നെ തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞു വെച്ചു. അവിടെ തിരിച്ചുപോയി അവൾ പറഞ്ഞു, ഭീഷ്മപിതാമനെ തട്ടിക്കൊണ്ടുപോയാലും അദ്ദേഹം അങ്ങയുടെ അടുത്തേക്ക് എന്നെ തിരിച്ചു വിട്ടിരിക്കും. എപ്പൊരിക്കൽ എൻ്റെ ഇന്ന് തട്ടിക്കൊണ്ടുപോയോ, ഒരിടത്തേക്ക് നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞു, ഒരാൾക്ക് പറഞ്ഞു വെച്ചവളാണ് നീ, അതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അംബ തിരിച്ചു വന്നു, വീണ്ടും പറഞ്ഞു ഭീഷ്മരോട് എന്നെ സ്വീകരിക്കണമെന്ന്. എപ്പൊരിക്കൽ നീ മനസ്സുകൊണ്ട് സാൽവരാജാവിനെ ഇഷ്ടപ്പെട്ടുവോ, നിന്നെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് ഭീഷ്മനും പറഞ്ഞു. അവസാനം അങ്ങയെ കൊല്ലാനായിട്ട് ഞാൻ വീണ്ടും ജനിക്കുമെന്ന് പറഞ്ഞ് തപസ് ചെയ്യാൻ പോയി എന്നാണ് ശിഖണ്ഡിയായിട്ട് ഈ വിദർഭദേശത്തിൽ തന്നെ വന്ന് ദ്രുപദദേശത്തിൽ തന്നെ വന്ന് ജനിച്ചു എന്ന് കഥ. എന്തായാലും അംബികയും അംബാലികയെയും വിചിത്രവീര്യന് കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷേ വിധി വൈപരീത്യമൊന്നുണ്ടല്ലോ, പ്രാരബ്ധം എന്നൊന്നുണ്ട്. പ്രാരബ്ധകർമ്മം എങ്ങനെയാണെന്നറിയോ, നമ്മൾ കൊണ്ടുവന്ന് തുടങ്ങി വെച്ച കാര്യം തീരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനാണ് അവൻ്റെ പ്രാരബ്ധം അവനെ അങ്ങനെയൊക്കെ എത്തിക്കും എന്ന് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ടാണ് അവർ 2 പേരോടും കൂടി വിചിത്രവീര്യം മധുവിധുവൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ക്ഷയരോഗബാധിതനായി ആ വിചിത്രവീര്യൻ മരിച്ചു. അപ്പോൾ ചുരുക്കം സന്തതിയില്ലാണ്ടായി ഹസ്തിനപുരത്ത്. ശന്തനു മഹാരാജാവും മരിച്ചുപോയി കഴിഞ്ഞു. അപ്പോൾ സത്യവതി ഭീഷ്മനോട് പറയാണ്, നീ എനിക്ക് വേണ്ടി പ്രതിജ്ഞ ചെയ്തതല്ലേ, ആ സത്യവതിയുടെ സദ്ഗുണമാണത്. നീ വിവാഹം ചെയ്ത് നിനക്കൊരു പുത്രനുണ്ടായി രാജ്യഭാരമേറ്റോട്ടെ, വേറെ വല്ല മക്കളാണെങ്കിൽ എന്താ റെഡി എന്ന് പറയും. അവിടെ ഭീഷ്മൻ പറഞ്ഞു, ഞാൻ ദൈവവ്രതനാണെങ്കിലും സത്യവ്രതനാ. ഞാൻ എപ്പൊരിക്കൽ പ്രതിജ്ഞ ചെയ്തുവോ, ആകാശവും നക്ഷത്രങ്ങളും ഭൂമിയും പഞ്ചഭൂതങ്ങളും സാക്ഷിയാക്കിക്കൊണ്ടാണ് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ദേഹ്യസ്യ സാക്ഷിണഃ, ഈ ദേഹത്തിനുള്ള സാക്ഷികളായവരൊക്കെ, അവരെ വിട്ട് ഞാൻ ഒരിക്കലും മാറിപ്പറയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട്. അപ്പം ഭീഷ്മപിതാമഹനിൽ നിന്നൊരു രക്ഷയില്ല. അപ്പോഴാണ് സത്യവതി ആലോചിച്ചത്, തനിക്ക് പരാശര മഹർഷിയിൽ ഒരു പുത്രനുണ്ടായല്ലോ, അന്നൊക്കെ അങ്ങനെയാണ്, പുത്രനില്ലെങ്കിൽ പുത്രനെ ആദാനം ചെയ്യാൻ ആരെയെങ്കിലും സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ ആ വ്യാസഭഗവാനെ ചിന്തിച്ചു. വ്യാസഭഗവാൻ വന്നു, അമ്മയുടെ ഇംഗിതം മനസ്സിലായി, തൽക്കാലം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അംബികയെ വിളിച്ചു. അംബിക ഋതുകാലത്തിൽ രാജാവിനെ ഈ മഹർഷിയെ സന്തോഷത്തോടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അമ്മ ചട്ടം കെട്ടി. പക്ഷേ മഹർഷിയെ കണ്ടപ്പോൾ ആ തേജസ്സിൻ്റെ മുമ്പിൽ തനിക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് 2 കണ്ണുകൾ മടച്ചിട്ടാണത്രേ ആ
കുരുടനെ രാജ്യമാക്കാൻ പറ്റും? അംഗവൈകല്യമുള്ളവനെ രാജാവാക്കാൻ പറ്റുമോ? ഒരു വർഷം കഴിഞ്ഞു, വീണ്ടും വ്യാസഭഗവാനെ വിളിച്ചു വരുത്തി അംബാലികയെ പറഞ്ഞയച്ചു. അംബാലികയും എന്ത് ചോദിച്ചാൽ മഹർഷിയുടെ ആ തേജസ്സൊക്കെ കണ്ടങ്ങോട്ട് വിളറി വെളുത്ത് അതിൻ്റെ മുമ്പിൽ നിഷ്പ്രഭയായവൾക്ക് പാണ്ഡുരോഗം പിടിപ്പെട്ട ഒരു പുത്രനാണ് ഉണ്ടായത്. എന്നാലും കണ്ണൊക്കെ കാണും, അതുകൊണ്ട് പാണ്ഡുവിനെ രാജാവാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്കൊരു സങ്കടം, ഒരെണ്ണം കുരുടൻ, പുത്രൻ പാണ്ഡുരോഗം, നല്ലൊരു പുത്രൻ ഉണ്ടാകണ്ടേ. ആദ്യം നല്ല വാക്കൊക്കെ പറഞ്ഞ അംബികയെ പറഞ്ഞു, നീ വീണ്ടും വ്യാസഭഗവാനുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന്. വ്യാസഭഗവാൻ വന്നപ്പോൾ അംബികയ്ക്ക് ആദ്യത്തെ അനുഭവം ഉണ്ടല്ലോ, പേടി. അവൾ എന്ത് ചോദിച്ചാൽ വീട്ടിലുള്ള തൻ്റെ ധാത്രി ഉണ്ടല്ലോ, വീട്ടിലുള്ള വേലക്കാരി, അവളെ വസ്ത്രാഭരണങ്ങളെ കാണിച്ച് ആ മഹർഷി, അവൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി വ്യാസഭഗവാനെ സ്വീകരിച്ചു. അവളിലുണ്ടായ പുത്രനാണ് വിദുരൻ. അപ്പം ഈ സത്യവതിയുടെ പാർട്ട് എന്തായി? ശരിക്കും പറഞ്ഞാൽ തൻ്റെ മക്കൾക്ക് രാജ്യം വേണമെന്ന് വിചാരിച്ചു. വിധി ആർക്ക കൂടെ നിൽക്കുക? വിധിയിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വിധി വൈപരീത്യം കൊണ്ട് മക്കൾ രണ്ടുപേരും മരിച്ചു. പേരക്കുട്ടികളിൽ രണ്ടുപേർക്കും യോഗ്യതയില്ലാതായി. പക്ഷെ പാണ്ഡു രാജാവായി. വിദുരനാണ് എല്ലാ സാമർഥ്യവും. ദാസീപുത്രൻ എങ്ങനെ രാജാവാകും? കുതിരക്കാരൻ്റെ പുത്രനാണ്, കുതിരക്കാരിയാണ് അവൻ. കുതിരക്കാരിയിലുണ്ടായ പുത്രൻ, അവൻ കുതിരമേച്ച് നടക്കാനല്ലേ പറ്റൂ. അങ്ങനെ സത്യവതിയുടെ പ്ലാനൊക്കെ പറഞ്ഞു. അത് മുൻകൂട്ടി ഞാൻ അപ്പടിയാകും ഇപ്പടിയാകും എന്നൊന്നും വിചാരിക്കാൻ പാടില്ല എന്ന് പറയാണ്. ഒന്ന് മനോരഥാൻ ഗുരുതേ, ആഗ്രഹങ്ങൾ മനസ്സിൽ വെക്കാനേ പറ്റൂ. അത് സഫലമായിക്കൊള്ളണം എന്നില്ല എന്ന് അത് സത്യവതിയുടെ കഥയിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ഗാന്ധാരി എന്ത് ചെയ്തു? ഗാന്ധാര രാജ്യത്തിലെ അവള് ഭർത്താവിന് വേണ്ടി കണ്ണുകെട്ടി നടന്നു. അതുകൊണ്ട് മക്കളുടെ ദുർബുദ്ധിയോ ദുശ്ചേഷ്ടതകളോ അവൾ അറിഞ്ഞില്ല. ഒരമ്മ അങ്ങനെ ഇരിക്കാൻ പാടുമോ? ജനനീന സാസ്യാത്. ഋഷഭയോഗീശ്വരൻ പറഞ്ഞു, അമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? കുട്ടികളെ നേർവഴിക്ക് നടത്തുന്നവളായിരിക്കണം. അവർക്ക് പോരും പോരാത്തത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നവളായിരിക്കണം. ഈ അമ്മ കണ്ണും കെട്ടി ഭർത്താവിന് ഞാൻ വല്ല അവൾ പതിവ്രതയായിട്ട് വേണ്ടി ചെയ്തതല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഏതായാലും പാതിവ്രത്യം അനുഷ്ഠിക്കുന്നവളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മക്കളുടെ ദുർനടത്തെയും അവരുടെ ദുർബുദ്ധിയും ചിന്തകളും ഒന്നും ഈ അമ്മ വലിയ ശിവഭക്തയായിട്ടും അറിഞ്ഞില്ല. പക്ഷെ ഗാന്ധാരി എന്നുള്ള മാതാവുണ്ടല്ലോ, ആ മാതാവ് ഒരിക്കൽ ധർമ്മത്തിന് മുൻതൂക്കം കൊടുത്തവളാണ്. എപ്പോഴാണോ യുദ്ധം ആരംഭിച്ചത്? ദുര്യോധനൻ വന്ന് ഗാന്ധാരി എന്നും അമ്മയോട് പറഞ്ഞിട്ടാ, 18 ദിവസമാണ് യുദ്ധം. ദിവസവും അമ്മയോട് വന്ന് പറഞ്ഞിട്ടാണ് പോവുക യുദ്ധത്തിന്. അമ്മയുടെ മുമ്പിൽ നമസ്കരിച്ചപ്പോൾ അമ്മ പറഞ്ഞത് യഥോ ധർമ്മ തഥോ ജയ. അതേ പറഞ്ഞുള്ളൂ, ധർമ്മമുള്ളിടത്ത് ജയിക്കും, നീ ധാർമ്മികനായി തീരും. ആ കുട്ടിയെ പറയാതെ പറഞ്ഞു, ധാർമ്മികനയുടെ അധർമ്മത്തിൻ്റെ നിറകുടമാണ് ഈ ദുര്യോധനൻ. ദുര്യോധനൻ എങ്ങനെ ധാർമ്മികമായിട്ട് ചിന്തിക്കും? പോരാത്തതിന് ദുർബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഒരാച്ഛനും കഴിഞ്ഞില്ലേ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന വിതുരരെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. വിതുരരവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മഹാഭാരത യുദ്ധം നടക്കില്ല. കാരണം വിതുരൻ വലിയ വില്ലാളിയാണ്. അദ്ദേഹം കൗരവന്മാരുടെ സദസ്സിലാണ് വില്ലെടുത്തിരുന്നതെങ്കിൽ പാണ്ഡവന്മാർ നാമാവശേഷമായിരിക്കും. അപ്പോൾ വിതുരരെ ഭഗവാൻ പറഞ്ഞയക്കാൻ ഒരു കാരണം ഉണ്ടാക്കി. ദുര്യോധന ആക്ഷേപിച്ച് പറഞ്ഞു. അത് കേട്ട് ചിരിച്ചു. സഹോദരനെ ആക്ഷേപിക്കുമ്പോൾ ഈ ധൃതരാഷ്ട്രം ചിരിച്ചു. എന്താണ്? ഈ ദുഷ്ടനെ ഇപ്പം പറഞ്ഞേക്കെന്ന് പറഞ്ഞപ്പോൾ ആരും എന്നെ പറഞ്ഞേക്കേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വില്ലും കൂട്ടമൊക്കെ അവിടെ വെച്ചിട്ട് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക്. പിന്നെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നു. ദുര്യോധനൻ അപ്പോഴും ധൃതരാഷ്ട്രക്ക് ഉപദേശിക്കാൻ വേണ്ടി വന്നു. ആ വിതുരരുടെ കഥ അങ്ങനെ. അപ്പോൾ ഇവിടെ ഗാന്ധാരി എന്താണ്? യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ജയിക്കുക എന്നാണ്. അത് ആ കേട്ടവർ ഗാന്ധാരിയുടെ ത്യാഗത്തെ പോറ്റിയാലും ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പറയാണ്, ഗാന്ധാരി നീയാണ് യുദ്ധത്തിനൊക്കെ കാരണം, നീയാണ് ഇതിൻ്റെയൊക്കെ നീ അനുഭവിക്കും, നിന്റെ വംശം മുടിയുന്നത് നീ കാണും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മേ കാരണം മുഴുവൻ നിങ്ങളാ, ഞാനോ? നിങ്ങൾ തന്നെയാ കാരണം. കുന്തിദേവി ഭർത്താവ് മരിച്ചിട്ടും ഈ പാണ്ഡവന്മാർക്ക് കണ്ണിന് കണ്ണായി പ്രവർത്തിച്ചതുകൊണ്ട് പാണ്ഡവന്മാരൊക്കെ നല്ല ബുദ്ധിയായിട്ട് വളർന്നു, നേർമയായിട്ട് ചിന്തിക്കാൻ കാരണമായി. 5 പേരും കൂടി ഒരു ഭാര്യയെ സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ പോലും ഒരു സംശയവുമില്ലാതെ സ്വീകരിച്ചു. അവരെ വഴി നടത്തിയ അമ്മ. നിങ്ങൾ എന്ത് ചെയ്തു? കുട്ടികൾ ദുർവഴിക്ക് പോകുമ്പോൾ ഒന്നും പറയാണ്ട് അങ്ങനെ സമ്മതിച്ചു കൊടുത്തില്ലേ? വാസ്തവത്തിൽ ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ
ചുക്കാൻ പിടിച്ചത് നിങ്ങളാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ന് കേൾക്കേണ്ടി വന്ന ആ ഗാന്ധാരി. കുന്തിദേവി തികച്ചും വ്യത്യാസം പറഞ്ഞില്ലേ? കുന്തിദേവി ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടും ആ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഭഗവത് പ്രേരണയ്ക്ക് വേണ്ടി കുട്ടികളെ പ്രേരിപ്പിച്ചു. ഭഗവാനെ എപ്പോഴും ശരണം പ്രാപിച്ചു. എനിക്ക് എന്തൊക്കെ ആപത്ത് വേണമെങ്കിൽ വന്നോട്ടെ ഭഗവാനെ, അങ്ങയെ സ്മരിക്കാൻ എനിക്ക് സാധിച്ചാൽ മതി എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആ കുന്തി എന്നുള്ള കഥാപാത്രം സ്പെഷ്യലായിട്ട് ശോഭിച്ചു. ദുർവാസ മഹർഷിയിൽ നിന്നും ആ വരം കിട്ടിയത് കൊണ്ട് ആദ്യം കളിക്ക് സൂര്യനെ ഭർത്താവായി സ്വീകരിച്ചു. അതിലുണ്ടായ പുത്രനെ മാനക്കേട് വിചാരിച്ച് കാനീനനാക്കി പറഞ്ഞയച്ചു. എന്നിരുന്നാലും ആ കുന്തിദേവി സ്വന്തം പുത്രന്മാർക്ക് വഴികാട്ടിയായിട്ട് മാറി. അങ്ങനെ അത് ഇങ്ങനെയുള്ള മഹാന്മാ കുന്തിദേവിയെ പറഞ്ഞു, സത്യവതിയെ പറഞ്ഞു, ഗാന്ധാരിയെ പറഞ്ഞു, ദ്രൗപദിയെ പറഞ്ഞു. ഉപകഥാപാത്രത്തിൽ നമ്മൾ തുടങ്ങി വെച്ചു ദമയന്തിയും നളനെ. ശകുന്തള എങ്ങനെയാ? ശകുന്തം എന്ന് പറഞ്ഞാൽ പക്ഷിയാ. പക്ഷികളാൽ ലാളിക്കപ്പെട്ടവളായതുകൊണ്ട് ശകുന്തള എന്ന് പേരുന്നു. വിശ്വാമിത്ര മഹർഷി ബ്രഹ്മർഷിത്വം കിട്ടാൻ വേണ്ടി, ബ്രഹ്മർഷിത്വം തനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ആര് തപസ് ചെയ്താലും നമ്മുടെ ഇന്ദ്രനെ പിടിക്കില്ല. ഇന്ദ്രൻ്റെ കയ്യിൽ കുറേ കളിക്കോപ്പുകൾ പോലെ കുറേ പടക്കോപ്പുകളുണ്ട്. അവരെ പറഞ്ഞയക്കും. അവരെമ്പ തിലോത്തമ തുടങ്ങിയവരെയൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ വന്നപ്പോഴാണ് മേനക എന്ന അപ്സരസ് ഈ വിശ്വാമിത്രന്റെ മുമ്പിൽ വന്ന് നൃത്തം വയ്ക്കുകയും ഹാവഭാവാദികളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മാറ്റുകയും ചെയ്തു. വിശ്വാമിത്രൻ മേനകയെ സ്വീകരിച്ചു. കുറേ കാലം മേനകയോടുകൂടി ജീവിച്ചു. അങ്ങനെ മേനകയോടുകൂടി ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു കുട്ടി ഉണ്ടായി. അപ്പോഴാണ് സ്ഥലകാലബോധം. ഓ, എൻ്റെ തപസ് പോയല്ലോ എന്ന് തോന്നി. പിന്നെ അവിടുന്ന് വേറൊരു പർവ്വതത്തിലേക്ക് തപസ് ചെയ്യാൻ പോയി. അപ്പോൾ ഈ കുട്ടിയെ മേനക തന്നെ അപ്സരസാണോ കൊണ്ടുപോയില്ല. വിശ്വാമിത്ര മഹർഷിക്കും ഈ കുട്ടിയെ വേണ്ട. കുട്ടിയെ അങ്ങോട്ട് താഴത്തേക്ക് ഇട്ടു. ആ കുട്ടിയെ കുറേ പക്ഷികൾ, ശകുന്തം എന്ന് പറഞ്ഞ പക്ഷികളൊക്കെ കൂടെ ലാളിച്ചു കൊണ്ടിരുന്നു അത്രേ. അതുകൊണ്ട് അവൾക്ക് ശകുന്തള എന്ന പേര് വന്നു. ശകുന്തളയെ അന്ന് ആ വഴിക്കൂടെ വരുന്നതായ കണ്വ മഹർഷി എടുത്തുകൊണ്ടുപോയി. കണ്വ മഹർഷി തൻ്റെ വീട്ടിലെ ആശ്രമത്തിലുള്ള ഗൗതമി മുതലായ സന്യാസിനിമാരുടെ കൂടെ വളരാൻ അനുവദിച്ചു. അവൾ സന്തോഷമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കണ്ണൻ തീർത്ഥയാത്രയ്ക്ക് പോയി. ഈ ശകുന്തള തോഴിമാരായ പ്രിയംവദ, അനസൂയ അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ദുഷ്യന്ത മഹാരാജാവ് നായാട്ടിന് പുറപ്പെട്ടു. മാനിനെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇത് ആശ്രമ പരിസരമാണ്, ഇവിടെ നായാട്ട് അനുവദിക്കുന്നതല്ല എന്ന് അവർ പറയുന്നുണ്ട്. ആശ്രമ പരിസരത്ത് ഏതാശ്രമം എന്ന് ചോദിച്ചു. കണ്വാശ്രമമാണെന്ന് പറഞ്ഞു. അദ്ദേഹം വേഗം കുതിരപ്പുറത്ത് നിന്ന് കയറി എല്ലാവരോടും വിശ്രമിക്കാൻ പറഞ്ഞ് അദ്ദേഹം കണ്വാശ്രമത്തിലേക്ക് പോയി. അവിടെ പോയപ്പോൾ കണ്വ മഹർഷി ഇല്ലെങ്കിൽ അതിന് പകരം ശകുന്തളയാണല്ലോ ശുശ്രൂഷിക്കേണ്ടത്. ശകുന്തള സ്വീകരിച്ചു, ശുശ്രൂഷിച്ചു. ശകുന്തളയുടെ ലാവണ്യം കണ്ട് ഭഗവാൻ അവളെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം. അത് 8 തരം വിവാഹങ്ങളുണ്ട്. അതിലൊരു വിവാഹം ഗാന്ധർവ വിവാഹം. ഒന്ന് രാക്ഷസീയ വിവാഹം, അതാണ് രുക്മിണിയെ കട്ടുകൊണ്ട് പോയത് ഭഗവാൻ. പിന്നെ പ്രജാപത്യം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പുരോഹിതനെയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കല്യാണം. 8 തരം കല്യാണങ്ങളുണ്ട്. ഇവിടെ എന്ത് ചെയ്തു? ഗാന്ധർവ വിധിന. അച്ഛൻ വരാനൊന്നും കാത്തു നിന്നില്ല. 2 പേരും വിവാഹം ചെയ്ത് പറഞ്ഞു, നീ അച്ഛനൊക്കെ വരട്ടെ, അനുവാദത്തോടുകൂടി നീ അവിടേക്ക് വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്യന്തം. ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്താലുണ്ടാകുന്ന ദോഷം എന്തെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് പഠിപ്പിക്കാനാണ്. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒന്ന് സാന്നിധ്യമില്ലാണ്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിനെന്തായിരിക്കും പ്രതിഫലമെന്ന് കാണിച്ചു തരികയാണ് ശകുന്തളയുടെ ചരിത്രത്തിൽ. ശകുന്തള കണ്വ മഹർഷി വന്നു. കൂട്ടുകാരികൾ പറഞ്ഞു, ശകുന്തള ഇങ്ങനെ ദുഷ്യന്തനെ വിവാഹം ചെയ്തു. അച്ഛന് സന്തോഷിച്ചു. താൻ ചെയ്യേണ്ട ചുമതല തന്നെ ഏറ്റെടുത്തുവല്ലോ. അത് അവൾക്ക് പ്രതികുണ്ടാക്കാൻ ക്ഷത്രിയ വംശമുണ്ട്, ക്ഷത്രിയ രക്തമാണ്. വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാകാനാണ് തപസ് ചെയ്യുന്നുണ്ടെങ്കിലും ക്ഷത്രിയനാണ്. മാത്രമല്ല അപ്സരസിൻ്റെ മകളുമാണ്. അതുകൊണ്ട് നന്നായി. പക്ഷേ ഭാഗവതത്തിലില്ല. ശാകുന്തളത്തിൽ നമ്മുടെ 4 ഉപദേശങ്ങൾ കൊടുക്കും. സാധാരണ കാവ്യേഷു നാടകം രമ്യം. കാവ്യങ്ങളിൽ ഏതാ നല്ലത്? നാടകം. എന്താ നാടകത്തിൻ്റെ പേര്? ദൃശ്യവുമാണ്, ശ്രവ്യവുമാണ്. കേൾക്കാനും സാധിക്കും, കാണാനും സാധിക്കും. അതുകൊണ്ട് നാടകം രമ്യം.
തത്ര ശാകുന്തളം മതം. ആ നാടകങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് ശാകുന്തളമാണ്. ഓ തത് ശാകുന്തളേച ശ്ലോക ചതുർത്ഥോംഗ, 4ാമത്തെ അംഗത്തിലെ ശ്ലോക ചതുഷ്ടയം, 4 ശ്ലോകങ്ങളുണ്ടല്ലോ, അത് അടിവരയിടേണ്ടതാണ്. ഇന്നത്തെ അച്ഛനമ്മമാർ പഠിച്ചു വെക്കേണ്ടത്. ഭർത്തൃഗൃഹത്തിലേക്ക് പോകുന്ന ശകുന്തളയോട് കണ്ണുമർച്ച് വിവാഹം ചെയ്തിട്ടില്ല, ഗൃഹസ്ഥനല്ല, അദ്ദേഹം ഉപദേശിക്കുകയാണ്, ശുശ്രൂഷസ്വ ഗുരുൻ. അവിടെയുള്ള വലിയവരെയൊക്കെ ശുശ്രൂഷയോടെ പെരുമാറണം. നീ അവിടെ സമ്രാജ്ഞിയായിട്ട് വളരണം. അതിനോടൊപ്പം അവിടെയുള്ള മറ്റാൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ വളരെ അനുനയത്തിൽ ഭൃത്യവർഗങ്ങളോടൊക്കെ അനുകരിച്ച് പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് 4 ഉപദേശം. അല്ലാണ്ട് നാളെ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. ഇന്ന് അമ്മമാരെന്താ ചെയ്യുക, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടോ ഒന്ന്. ഇങ്ങോട്ട് വന്നിട്ട് ആരുടെ ജീവിതമാണ് പോണത്? മകളുടെ ജീവിതമാണ് പോണത്. അതിനെ അല്ലെങ്കിൽ നല്ലോണം നോക്കി കല്യാണം കഴിച്ചു കൊടുക്കണം. സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു പോകുന്നത് ഇവളെ കൊണ്ടുപോയി ഗൗതമ മഹർഷിയുടെ കൂടെ പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോൾ എനിക്കിവളെ അറിയേല്ല എന്ന് പറഞ്ഞു ദുഷ്യന്തൻ. അപ്പം പറഞ്ഞു, ഇനി ഞങ്ങളില്ല, നീയായി നിന്റെ ഭർത്താവായി എന്ന് പറഞ്ഞ് ഗൗതമ മഹർഷി ഗൗതമി തിരിച്ചുപോയി. തന്നിഷ്ടത്തിന് വിവാഹം ചെയ്താൽ സാമൂഹികമായ സുരക്ഷ കിട്ടില്ല. അത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയണം. കാരണം വീട്ടുകാരാണ് നടത്തിക്കൊടുക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ തെറ്റാണെങ്കിൽ നമ്മളത് തീർത്തു കൊടുക്കും. വീട്ടുകാരുടെ തെറ്റ് പറ്റാമല്ലോ, നമുക്കൊരാളെ അന്വേഷിക്കാൻ പറ്റാതെ വരാം, തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടോ, പെൺകുട്ടിയെ ചേരാതെയും വരാം, ആൺകുട്ടിയെ ചേരാതെയും വരാം. അത് തീർത്തു കൊടുക്കാനുള്ള ചുമതല വീട്ടുകാർക്കുണ്ട്. അല്ലെങ്കിൽ അതിനടുത്തുള്ള പോംവഴി ചെയ്യാനുള്ള വഴി വീട്ടുകാർക്കുണ്ട്. തന്നിഷ്ടത്തിന് കല്യാണം കഴിച്ചവരെ എന്ത് ചെയ്യും? എന്നിട്ട് അവൻ തള്ളി പറഞ്ഞത് തന്നെ അത് പറയാണ്. വാസ്തവത്തില് വേദവ്യാസ മഹർഷി വരാൻ പോകുന്ന കലിയുഗത്തില് ഈ ഗാന്ധർവ വിവാഹം കൂടുതൽ ഇരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. എന്നിട്ട് ഗർഭിണിയായ ആ ശകുന്തള പ്രസവിച്ച് ഒരാൺകുട്ടി, അവളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ദുഷ്യന്തൻ അവിടെ ചെല്ലുന്നതും ആ കുട്ടിയെ കണ്ടപ്പോൾ ഒന്ന് സ്പർശിച്ചപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു സ്വന്തം മകനെയല്ലേ ആ സ്പർശിച്ചപ്പോഴുള്ള സന്തോഷത്തിൽ ഈ കുട്ടിയുടെ അച്ഛൻ എന്തൊരു ധന്യനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു രക്ഷാകവചം കയ്യിൽ, അത് നാടകത്തിലാണ് പറയണത്, രക്ഷാകവചം കയ്യിലുണ്ടായിരുന്നത് താഴെ വീണുപോയി. അപ്പം കുട്ടി ദാ മോനെ നോക്ക്, ശകുന്തം നോക്കെന്ന് പറഞ്ഞൊരു മരം കൊണ്ടുള്ള പക്ഷിയും കൊണ്ട് വരികയാണ് കൂട്ടുകാർ. അത് എവിടെയാ എൻ്റെ അമ്മ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇയാളുടെ മനസ്സിലെ ദുഷ്യന്തൻ്റെ മനസ്സിൽ ശകുന്തളയാണോ ഈ കുട്ടിയുടെ അമ്മ എന്നൊരു തോന്നൽ വരുന്നു. പെട്ടെന്നാണ് കയ്യിലുള്ള രക്ഷ കാണാതാവുന്നത്. ഇതായിരിക്കണു എന്ന് പറഞ്ഞ് രാജാവ് കയ്യിലെടുത്തു. പല പ്രാവശ്യവും അവർ ഈ രക്ഷ കയ്യിൽ നിന്ന് അഴിഞ്ഞു വീഴുമ്പോൾ തൊടാൻ പുറപ്പെട്ടാൽ സ്വന്തം അച്ഛനോ അമ്മയോ ഗുരുവോ അല്ലാതെ അത് തൊടാൻ പുറപ്പെട്ട സർപ്പമായിട്ട് കടിക്കും. അനുഭവസ്ഥരാണ്. ഇവിടെ സർപ്പമൊന്നുമായില്ല, രാജാവിൻ്റെ കയ്യിൽ രക്ഷ കാര്യമായിട്ട് നിൽക്കും. അപ്പോൾ രാജാവാണെന്ന് മനസ്സിലായി. വീണ്ടും അവരൊന്നിച്ചു എന്നുള്ള കഥ. ഏതായാലും ആ ശകുന്തള തന്നിഷ്ടത്തിന് വിവാഹം ചെയ്ത് രാജാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് വസിച്ച ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നു. അതേപോലെ തന്നെ അടുത്ത് ദമയന്തി നളൻ ഒരു അരയെണ്ണം പറഞ്ഞത് കേട്ടിട്ടാ ദമയന്തിയോട് ഇഷ്ടം. ദമയന്തിയും അതെ ഒരു ഹംസത്തെയാണ് തൻ്റെ ദൂതനാക്കി വെച്ചത്. ഒരു അരയെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങോട്ട് കിട്ടും, കണ്ടിട്ടില്ല. അവസാനം ദമയന്തിയുടെ സ്വയംവരമാണെന്ന് പറഞ്ഞപ്പോൾ ദമയന്തി സർവ്വസൗന്ദര്യവും ഒന്നിച്ചുണ്ടാക്കിയെടുത്തവളാണ്. അതുകൊണ്ട് എല്ലാ ദേവന്മാരും ദമയന്തിയുടെ ഇതിന് പോവുകയാണ്, സ്വയംവരത്തിന്. ആ പോകുന്ന സമയത്ത് നളനും പോവുകയാണ്. അപ്പോൾ നളനെ കണ്ട് അവർ ചോദിക്കുകയാണ്, നിഷധ രാജ്യത്തിലെ രാജാവാണ് നളൻ, എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ നളൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാൻ ഹംസം പറഞ്ഞെനിക്ക് ദമയന്തി അറിയാം, അതുകൊണ്ട് ദമയന്തി വിവാഹം ചെയ്യാൻ പോകും. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യുമോ? അവിടേക്കാണ് പോകുന്നതെങ്കിൽ ഒരു ഉപകാരം ചെയ്യുമോ? എന്തുപകാരം വേണം എന്ന് ചോദിച്ചു. അഗ്നി വരുണൻ യമനൊക്കെയാണ്. ഞങ്ങൾ ദമയന്തിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ, ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ള സന്ദേശം അയക്കുമെന്ന് സ്വന്തം സ്വയംവരത്തിന് പോകുന്ന ആളോടാണ് പറയുന്നത്. നളൻ പറഞ്ഞു, പറയാലോ, ഞാൻ എങ്ങനെ അന്തപുരത്തിലേക്ക് കിടക്കും? അതിന് ഞങ്ങൾ യോഗവിദ്യ പറഞ്ഞു തരാം, ആ വിദ്യയിൽ നീ പോയിട്ട് അവരെ അറിയിക്കണം. ദമയന്തിയോട് പോയി പറഞ്ഞു. ദമയന്തി യുക്തിയുള്ളവളാണ്. ദമയന്തി പറഞ്ഞു, പോട്ടെ, സാരമില്ല, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്നാണുള്ളത്, വരുന്നത് വരട്ടെ എന്ന്. ഈ 5 പേരെയും കണ്ടപ്പോൾ ദമയന്തി മരണമാല്യവും കൊണ്ട് വരികയാണ്. അപ്പോൾ അവൾ യുക്തിയുള്ളവളാണ്, ബുദ്ധിയുള്ളവളാണ്, മനഃശക്തിയുള്ളവളാണ്. മനസ്സുകൊണ്ട് ദേവിയെ ആരാധിച്ചു. എന്നിട്ട് ആ മണ്ഡപത്തിലേക്ക് വന്നപ്പോൾ 5 നളന്മാർ ഒരേപോലെ ഇരിക്കുന്നു.
അപ്പോൾ അവൾ എന്ത് ചെയ്തു? എല്ലാവരുടെ കാലും നോക്കി. ഭൂസ്പർശമില്ലാതിരിക്കുന്നവരൊക്കെ ദേവന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. സാക്ഷാൽ നളനെ യുക്തി കൊണ്ട് കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനുശേഷം അവൾ നിഷധരാജ്യത്തിൽ വന്നു. ഇതുപോലെ ഇല്ല എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ജീവിച്ചു. 2 മക്കളും ഉണ്ടായി, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലി ബാധിക്കുന്നത്. എന്താ കലി? കലി ബാധിക്കുന്ന പറയും. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകുന്നതിനോടൊപ്പം കാല് കഴുകണം. കാലിലെ ഈ ഉപ്പൂറ്റിയിൽ വെള്ളം ഒഴിക്കണം എന്നാണ്, ഇല്ലെങ്കിൽ കലി കയറും അത്രേ. പിന്നെ ചൂത് കളിക്കുന്നിടത്ത് കലി കയറും, മദ്യപാനം ചെയ്യുന്നിടത്ത് കലി കയറും, കൊല്ലുക വെട്ടുക ഒക്കെ ചെയ്യാൽ കലി കയറും. ഇങ്ങനെ കലിക്കിരിക്കാൻ കുറേ സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ പരീക്ഷത്ത്. അപ്പം ഇവനെ എന്ത് ചെയ്തു വെച്ചാൽ, പുഷ്കരൻ എന്നു പേരായ രാജാവ് സഹോദരൻ തന്നെയാണ്, രാജ്യത്തെ ആക്രമിക്കാമെന്ന് വിചാരിച്ച് ചൂത് കളിക്ക് വിളിച്ചു. അപ്പം നളനോട് ദമയന്തി പറഞ്ഞതാണ് ആ ചൂതുകളി വേണ്ട നമുക്ക് എന്ന്. പക്ഷേ വെല്ലുവിളിക്കുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചൂതുകളിക്ക് തയ്യാറായി. ചൂതുകളിയിൽ കലി പ്രവേശിച്ചു. ഓരോ പ്രാവശ്യവും ചൂതുകളിയിൽ നളൻ തോറ്റു. രാജ്യം മുഴുവൻ അടിയറവ് പറഞ്ഞു. രാജ്യം അടിയറവ് പറഞ്ഞവൻ ദമയന്തിയെ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ, ദമയന്തിയെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്നൊരു തോന്നലുണ്ട്. മക്കളെ 2 പേരെയും വിദർഭരാജ്യത്തിലേക്ക് പറഞ്ഞയച്ചു, അച്ഛൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ദമയന്തിയും നളനും കൂടി പോവുകയാണ്. ദമയന്തിയും നളനും കൂടി പോകുന്ന സമയത്ത് പെട്ടെന്ന് നളൻ്റെ വസ്ത്രം പോകുന്നു. അപ്പോൾ ദമയന്തി തൻ്റെ വസ്ത്രത്തിൽ ഒരു കഷ്ണം മുറിച്ച് നളന് ഉടുക്കാൻ കൊടുക്കുന്നു. ഇത്രയുമൊക്കെ ആയി. ഇപ്പം നളന് തോന്നുകയാണ് ഈ ദമയന്തിയെ കഷ്ടപ്പെടുത്താൻ പാടില്ല, ദമയന്തി ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടണം എന്നുള്ള വിചാരത്തിൽ ദമയന്തി ഉറങ്ങിക്കിടക്കുമ്പോൾ നഷ്ടപ്പെട്ടു. കുറച്ച് പോയപ്പോഴേ കാർക്കോടകൻ എന്നു പേരായ ഒരു സർപ്പം നളനെ അങ്ങോട്ട് ചുറ്റി. നളനെ ചുറ്റി നളൻ്റെ രൂപഭാവമൊക്കെ മാറി. കറുത്ത് കരിവാളിച്ച് ആകെപ്പാടെ കണ്ടാൽ അറിയില്ല എന്നുള്ള നിലയ്ക്കായി. അവസാനം അദ്ദേഹത്തിനെ കാട്ടിൽ അലഞ്ഞ് ഒരു രാജ്യത്തിലെത്തി. ഋതുപർണൻ എന്ന രാജാവിൻ്റെ രാജ്യത്തിലെത്തി. ഇവിടെ ഈ ദമയന്തി ഇത് കുറേ അന്വേഷിച്ചു, അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചു, ആരും ഒന്നും മറുപടി പറഞ്ഞില്ല. ഒരു കച്ചവട സംഘം വരുന്നത് കൊണ്ട് അവരുടെ കൂടെ പോയി. അവരുടെ കൂടെ പോയപ്പോൾ എന്തായി? ദമയന്തി കാലെടുത്ത് വെച്ചതൊക്കെ നഷ്ടം. കലി ബാധിച്ച കാരണമാണ്. ചൂത് കളിച്ച് ഭർത്താവിന് രാജ്യം നഷ്ടപ്പെട്ടു. താനിങ്ങനെ നടക്കണു. ഈ കച്ചവട സംഘത്തോടു കൂടി വന്നപ്പോഴേക്കും കച്ചവട സംഘത്തെ കൊള്ളക്കാരാക്രമിച്ച് കുറേ നഷ്ടപ്പെട്ടു. എല്ലാവരും കൂടി പറഞ്ഞു ഈ പെണ്ണ് നമ്മുടെ കൂടെ വന്നതുകൊണ്ടാണെന്ന്. എല്ലാവരും കൂടി അവളെ ഇട്ടടിച്ചു. അവസാനം അവള് തൻ്റെ നാട്ടിൽ എത്തിച്ചേർന്നിട്ട് നാട്ടിലെല്ലാ അമ്മയുടെ സഹോദരിയുടെ അടുത്തെന്നൊക്കെയാണ് പറയണേ. ഏതായാലും രക്ഷപ്പെട്ടു. അന്ന് മുതൽ അവൾ നളനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നളൻ എവിടെയോ ഉണ്ട്, നളനെ കിട്ടണം, എന്ത് ചെയ്യണം? അവൾ എല്ലാ ബ്രാഹ്മണരോടെയും പറഞ്ഞയച്ചു. ഓരോരുത്തരും പോയിട്ട് വരും. നളൻ്റെ രൂപലാവണ്യം ഫോട്ടോ ഒക്കെ കൊടുത്താൽ അതുപോലത്തെ ആളല്ലല്ലോ, ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അവൾ ഇനി സൂത്രവിദ്യയായിട്ട് 2 ശ്ലോകം പറഞ്ഞു വിടും. ആ ശ്ലോകത്തിന് ആരെങ്കിലും അർത്ഥം പറയുന്നുണ്ടെങ്കിൽ അത് നളനായിരിക്കുമെന്ന് നമ്മൾക്ക് തോന്നല്. അങ്ങനെ ഈ ഒരുത്തൻ പോയി ഋതുപർണ രാജാവിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ ഒരു കുതിരക്കാരൻ ഇരിക്കുന്നു. ആ കുതിരക്കാരനോട് ഈ സ്തോത്രം പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞു. അപ്പോൾ അതവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വരുത്തണം, അതിനെന്താ വഴി എന്ന് ആലോചിക്കുകയാണ്. അവിടെയാണ് യുക്തിക്ക് പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ദമയന്തി. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദമയന്തി തനിക്ക് സ്വയംവരമാണെന്ന് വെളിപ്പെടുത്തി. സ്വയംവര വർത്താനം നാട്ടുകാരോടൊന്നും പറഞ്ഞില്ല, ഋതുപർണ മഹാരാജാവിന് മാത്രം. അപ്പം ഋതുപർണ മഹാരാജാവിന് ആദ്യമേ ദമയന്തിയെ വിവാഹം ചെയ്യണമെന്നുണ്ടായിരുന്നു. അന്ന് നളനെയാണ് അവൾ വിവാഹം ചെയ്തത്. ഇപ്പം നല്ലൊരു ചാൻസ്. അതിന് സമയം മറ്റന്നാൾ രാവിലെ, നാളെ ഒരു ദിവസം ഇടും. ഋതുപർണൻ്റെ കൊട്ടാരത്തിലേക്ക് വിദർഭരാജ്യത്തിലേക്ക് വരണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ അശ്വകോപിതനാണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നളൻ കുതിരസവാരി മെടുക്കനാണെന്ന്. പിന്നെ നളന് പാകം ചെയ്യാൻ അഗ്നി ഒരു വരം കൊടുത്തിരുന്നു. എന്താണ്? ഒരു വസ്ത്രമുണ്ട്, അത് വസ്ത്രം നീ പൊതിഞ്ഞു കഴിഞ്ഞാൽ നീ പഴയ രൂപമാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് അടുപ്പിൽ എന്ത് വെച്ചാലും അത് ഭംഗിയായിട്ട് പാചകം ചെയ്ത് കിട്ടും. ഈ 2 ഗുണവും അവനുണ്ട്. കുതിരപ്പുറത്ത് പോയാൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ എത്ര നേരമുണ്ടാകും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഋതുപർണ മഹാരാജാവ് ബാഹുകൻ എന്നു പേരായ നളനോട്, ആകെ ഇത്തിരിയുള്ളൂ, ആ ബാഹുകനോട് പറഞ്ഞു നമുക്ക് പോകാം. ഋതുപർണ എന്താണ് ഇവിടേക്കാണ് പോകേണ്ടത്? വിദർഭരാജ്യത്തിലേക്കാണ്. അവിടെ ദമയന്തി സ്വയംവരം നിശ്ചയിച്ചിരിക്കുക, അതിലേക്ക് പോകാനാണെന്ന്. ഭാര്യയുടെ
സ്വയംവരത്തിന് പോകേണ്ട ഗതികേട്. ശരി എന്ന് പറഞ്ഞ് ബാഹുകൻ തേരോട്ടി വരികയാണ്. ഭയങ്കര സ്പീഡിലാണ് പോണത്. ഒരു 130, അത്രയും സ്പീഡിൽ ഒരു മണിക്കൂറിൽ 130 കിലോമീറ്ററൊക്കെ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആൽമരം കണ്ടു. ഋതുപർണൻ എന്ത് ചെയ്യും, ഒരു രസത്തിന് പറഞ്ഞത് ഇത്ര ഇലകളുണ്ട്, ഇത്ര ഇലകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ വണ്ടി നിർത്തി. നാളാൻ ഓരോ ഇലയായിട്ട് എണ്ണാൻ പുറപ്പെടുക. ഇങ്ങോർക്കാണെങ്കിൽ ദമയന്തിയുടെ അടുത്താനുള്ള ത്വര. അപ്പം പറഞ്ഞു, ഇത് ഞാനിപ്പോൾ പറഞ്ഞു തരില്ല, ഇതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നളനാർ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അക്ഷക്രിയുടെ പഠിപ്പിച്ചു തരുമെങ്കിൽ ഞാൻ ഈ വിദ്യയും പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിദ്യകൾ പഠിച്ചു. നേരെ വൈദർഭിയുടെ കൊട്ടാരത്തിൽ കൊണ്ടാക്കി. വൈദർഭ ദമയന്തിയുടെ കൊട്ടാരത്തിൽ കൊണ്ടാക്കി. ദമയന്തി ബാഹുകനെ തിരിച്ചറിഞ്ഞു. ബാഹുകൻ്റെ രൂപഭാവമൊക്കെ ഉണ്ടെങ്കിലും ആ ഗുണങ്ങളെ കൊണ്ട് തിരിച്ചറിഞ്ഞ് ആ വസ്ത്രം, അഗ്നി കൊടുത്ത വസ്ത്രവും അണിഞ്ഞപ്പോൾ നളൻ പഴയ രീതിയിലായി. ദമയന്തിയും അപ്പോൾ ഋതുപർണനും അനുഗ്രഹിച്ചു. അങ്ങനെ നളനും ദമയന്തിയും വിവാഹം വീണ്ടും തിരിച്ചു വന്നു. വാസ്തവത്തിൽ ദമയന്തിയുടെ ജീവിതത്തിൽ രാജകുമാരിയായിട്ട് വളർന്ന് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് എത്ര ത്യാഗങ്ങൾ അനുഭവിച്ചു യുധിഷ്ഠിര. അത്രയൊന്നും ത്യാഗം ഈ ദ്രൗപദി അനുഭവിച്ചില്ലല്ലോ, നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങെന്തോ ഒരു സാവിത്രിയുടെ കഥ പറഞ്ഞില്ലേ, അതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാവിത്രി അശ്വപതി എന്നു പേരായൊരു രാജാവ്. അശ്വപതി എന്നു പേരായ രാജാവിന് കുറേ കാലം പുത്രന്മാരോ പുത്രികളോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഗായത്രി സാവിത്രി ദേവിയെ ആരാധിച്ചു. അവരുടെ അനുഗ്രഹം കൊണ്ട് അവർക്കൊരു പെൺകുഞ്ഞുണ്ടായി. പെൺകുഞ്ഞിന് സാവിത്രി എന്ന് പേരിട്ടു. അവൾ വളർന്നു വരികയാണ്. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് രാജകൊട്ടാരത്തിലേക്ക് നാരദാദി മഹർഷികളൊക്കെ വരും. വരുന്നവർ ദ്യുമത്സേന രാജാവായ സത്യവാനെ കുറിച്ച് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ദ്യുമത്സേനന് കണ്ണു കാണാണ്ടായി. രാജ്യവും കിടവേർഹൃതം, വഞ്ചകന്മാർ രാജ്യവും അപഹരിച്ചു. അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ട് ദ്യുമത്സേനനും ഭാര്യയും സത്യവാനും കാട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. സാവിത്രിക്ക് താൻ തന്നെ വിവാഹം ചെയ്യാൻ ആരെ വേണമെങ്കിൽ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ സാവിത്രി പറഞ്ഞു, എനിക്ക് അശ്വപതി രാജാവിൻ്റെ പുത്രനായ സത്യവാനെ വിവാഹം ചെയ്താൽ മതി. അപ്പോൾ രാജാവ് സത്യവാനെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ നാരദൻ അവിടെ പറഞ്ഞു, സർവഗുണ സമ്പന്നനാണ് സത്യവാൻ, ദ്യുമത്സേനൻ ധർമ്മിഷ്ഠനാണ്, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എല്ലാം റെഡിയാ, കാര്യമായിട്ടൊന്ന് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഒരു കൊല്ലമേ ആയുസുള്ളൂ. ആരെങ്കിലും പിന്നെ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുമോ? ഒരു കൊല്ലമേ ഈ സത്യവാന് ആയുസുള്ളൂ. അപ്പം സാവിത്രിയോട് പറഞ്ഞു, വേണ്ട മോളെ, ഒരു കൊല്ലം കഴിഞ്ഞാൽ നീ വിധവയായി തീരും, നീ അവനെ വിവാഹം ചെയ്യേണ്ടെന്ന് അച്ഛനും അമ്മയൊക്കെ കുറേ പറഞ്ഞപ്പോഴും ഇവളെ സാവിത്രി തൻ്റെ വാക്കിൽ അങ്ങോട്ട് ഉറച്ചു നിന്നു. അവസാനം വിവാഹം ചെയ്തു. ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, എന്താ സത്യവാൻ മരിക്കുന്ന ഡേറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവൾ ദ്യുമത്സേന കൊട്ടാരമല്ല, കാട്ടിലാണ് വസിക്കുന്നത്. അവിടെ ചെന്ന് അവരെയൊക്കെ ശുശ്രൂഷ, ഭർത്തൃശുശ്രൂഷ, ഭർത്തൃപിതാവിനെയും മാതാവിനെയും ശുശ്രൂഷിക്കുക, അങ്ങനെ അവരുടെയൊക്കെ സത്പാത്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് മരിക്കാൻ ഇനി 3 ദിവസമേ ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ ശുദ്ധ പട്ടിണി കിടന്നു. ഭഗവാനെ ദേവിയെ ആരാധിച്ചു കൊണ്ടേയിരുന്നു. മരിക്കാനുള്ള ദിവസമായപ്പോൾ സത്യവാൻ കാട്ടിലേക്ക് പോവുകയാണ് ഫലങ്ങൾ കൊണ്ടുവരാൻ. ഞാനും വരും എന്ന് പറഞ്ഞു. നീ ഒരിക്കലും എൻ്റെ കൂടെ വരാറില്ലല്ലോ, ഇന്ന് എന്തിനാ? ഏതായാലും ഞാനും ഇന്ന് വരുന്നുണ്ടെന്ന് സാവിത്രി നിർബന്ധമായിട്ട് പറഞ്ഞു. നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ സത്യവാൻ അത് തട്ടാൻ പറ്റിയില്ല. ശരി, നീ എൻ്റെ കൂടെ വന്നോ എന്നായി. ഇവർ രണ്ടുപേരും പോയി എന്നത്തെയും പോലെ പഴങ്ങളൊക്കെ പറിച്ച് കൂടയിലാക്കി വെച്ച ശേഷം മരം വെട്ടി വിറകെടുക്കാനായിട്ട് വെട്ടുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം, ഒരു വിയർപ്പ്, ഒരു തലവേദന, ഇതൊക്കെ ആയപ്പോൾ സത്യവാൻ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു, ഞാൻ കുറച്ചു നേരം നിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കട്ടെ എന്ന് ചോദിച്ചു കിടന്നു. അക്കിടന്ന സമയത്ത് മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ്. സൂര്യ തേജസ്സിൽ കറുത്ത നിറത്തിൽ ചുവന്ന പട്ടുമുടുത്തിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നത് കണ്ടു. സാവിത്രി, അവൾ പതിവ്രതയാണല്ലോ, കണ്ടിട്ട് അവനൊരു കയറെടുത്ത് ഈ സത്യവാന്റെ സൂക്ഷ്മ ശരീരത്തെ കയറിൽ കുടുക്കിക്കൊണ്ട് പോകാൻ പുറപ്പെടുകയാണ്. സത്യവതി വേഗം തൻ്റെ ഭർത്താവിൻ്റെ ശിരസിനെ താഴ്ത്തേക്ക് വെച്ചു. ഈ പോകുന്ന ആളുടെ പിന്നിൽ പോയി. അപ്പം ചോദിച്ചു, നീ എന്തിനാ എൻ്റെ കൂടെ വരുന്നത്? അല്ല, എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകുകയില്ലേ, അതുകൊണ്ട് ഞാൻ വരികയാണ്. അപ്പോൾ അവളോട് അവളുടെ സംസാരവും ബുദ്ധിശക്തിയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, നീ എന്തായാലും നല്ല മെഡിക്കുകയാണ്, നരകങ്ങളെക്കുറിച്ച് എല്ലാം ചോദിക്കും ഇവൻ. അപ്പോൾ നല്ല മെഡിക്കുകയാണല്ലോ,
നിനക്കൊരു വരം തരാൻ ഞാൻ തയ്യാറാണ്. ഏത് വരമാ നിനക്ക് വേണ്ടത്? അപ്പോൾ യുക്തിയാണല്ലോ, അവിടെയാണ് ബുദ്ധിശക്തി, യുക്തി, മനഃശക്തി. അപ്പോൾ അവൾ പറഞ്ഞു, ദൃഢമായിട്ട് പറഞ്ഞു, എൻ്റെ ശ്വശുരന് കണ്ണ് കാണാൻ പറ്റണം എന്നുള്ള വരം ചോദിച്ചു. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും യമധർമ്മൻ ഈ ശരീരവും വലിച്ചോണ്ട് പോവാണ്, സൂക്ഷ്മ ശരീരം. പിന്നിൽ പോയ സാവിത്രിയെ വീണ്ടും ചോദിച്ചു, നീ എന്താ വന്നത്? എൻ്റെ ഭർത്താവിനെയല്ലേ കൊണ്ടുപോകണത്, അതുകൊണ്ട് ഞാൻ വന്നതാണ്. പിന്നെയും കുറേ ധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചു. അവസാനം ഇവളുടെ ആ ബുദ്ധിവൈഭവം കണ്ട് പറഞ്ഞു, നിനക്ക് എന്താണ് വരം വേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്തൃപിതാവിന് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടണം, അതും റെഡി എന്ന് പറഞ്ഞു. പിന്നെയും പിന്തുടരുകയാണ്. കുറച്ച് ദൂരം വന്നപ്പോൾ ഇവൾ പറഞ്ഞു, എൻ്റെ അച്ഛന് സന്താനമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിനൊരു പുത്രൻ ഉണ്ടാകണം, എൻ്റെ അച്ഛനൊരു പുത്രൻ ഉണ്ടാകാൻ നിങ്ങൾ സമ്മതിക്കണം. അതും കൊടുത്തു. പിന്നെയും വരുവാണ്. നീ എന്താണ് ഈ പിന്നെയും വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സത്യവാനെയാണ് ദൃഢമായി വിശ്വസിക്കുന്നത് എങ്കിൽ, പതിവ്രതയാണെങ്കിൽ എനിക്ക് സത്യവാനിൽ ഒരു പുത്രൻ ഉണ്ടാകണം, അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. യമധർമ്മൻ പെട്ടെന്ന് ശല്യം പോട്ടെ, ഉപദ്രവപ്പെടുന്നു വിചാരിച്ചിട്ട് തഥാസ്തു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, സത്യവാനിൽ എനിക്കൊരു പുത്രൻ ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പതിവ്രതയാണ്, സത്യവാനെ കൂടാതെ എനിക്ക് എങ്ങനെ പുത്രൻ ഉണ്ടാകുമെന്ന് ചോദിച്ചു. അവരുടെ ആ യുക്തി, ബുദ്ധിശക്തി, വേണ്ട തരത്തിൽ പ്രയോഗിക്കാനുള്ള ദീർഘദർശിത്വം ഒക്കെ കണ്ടതായ ആ യമൻ സന്തോഷത്തോടു കൂടി സത്യവാന്റെ ജീവൻ തിരിച്ചു കൊടുത്തു. അതായത് കാലത്തിനെ പിറകോട്ട് വലിച്ചു. നമ്മളെയും വലിച്ചുകൊണ്ടാണ് കാലത്തിന്റെ സഞ്ചാരം. ദുർവാരം ഇതാണ്, ആർക്കും തടുക്കാൻ കഴിയില്ല കാലത്തിനെ. ജഗത അച്ഛിദ്യ സന്ധാവമാനം, ലോകത്തിനെ മുഴുവൻ പിടിച്ചു വലിച്ചുകൊണ്ട് കറങ്ങാണ് ഭയങ്കര ശക്തിയിൽ. കാലവേഗേന, കാലത്തിന്റെ വേഗം കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ജർജരന്മാരായത് അല്ലേ. തിരിഞ്ഞു നോക്കുമ്പോൾ സ്കൂൾ പഠിച്ച കാലമൊക്കെ നല്ല ഓർമ്മയുണ്ട്, മറന്നിട്ടൊന്നുമില്ല. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചറും അവർ പറഞ്ഞ ഓരോ വാചകവും, എന്നെ പഠിച്ച സംസ്കൃത മാഷ് പറഞ്ഞു തന്ന ശ്ലോകവും എനിക്ക് ഇന്നും അറിയാം. അപ്പൊ എന്താണ്, പിന്നെ ഞാനിപ്പോ എങ്ങനെ ഇരിക്കണു? വയസ്സായിപ്പോയി അല്ലേ. ആ കാലം നമ്മളെ മാറ്റം വരുത്തുകയാണ്. അതാണ് ജഗദാച്ഛിദ്യ വർത്തമാനം എന്ന് പറഞ്ഞത്. ജഗത്തിനെയും വലിച്ചുകൊണ്ട് ആരാലും തടുക്കാൻ കഴിയാത്ത കാലം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ കാലത്തിന്റെ ഗതി പിന്നോട്ട്. കാലമോ പോവുകിൽ പോയി കരുതി ജോലി ചെയ്യുക നീ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പറന്നുപോയ പക്ഷിയെ വീണ്ടും പിടിച്ചിടാം, കാലമോ പോകുകിൽ പോയി എന്നാണ്. അതുകൊണ്ട് ഒരു ദിവസം പോയി നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കരുത്. കാലിക്കരേസോ ആജിക്കർ എന്നാ പറഞ്ഞു. നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യൂ. ആജ് കരേസോ അബ്, ഇന്ന് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ചെയ്യൂ. കാരണം എന്താണ്, ആർക്കറിയാം നാളെ എന്താ സംഭവിക്കാന്ന്? കാലിക്കരേസോ ആജിക്കര്, ആജിക്കരേസോ അബ്, കലിമേഞ്ചോ ഹോഗ പ്രളയോ ഹോഗ, നാളെ പ്രളയം വരുമോന്ന് ആർക്കറിയാം? അതുകൊണ്ട് ഇന്നേ ചെയ്യൂ എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് കാലത്തിനെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റില്ല. പക്ഷെ സാവിത്രി കാലത്തിനെ തിരിച്ചു വിളിച്ചു എന്നാണ്. സൂര്യന്റെ ഗതിയെ പിന്നിലേക്കാക്കി എന്നാണ്. അതിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. ആ ദ്വാപരയുഗത്തിലെ സ്ത്രീകൾക്കത് സാധിച്ചിട്ടുണ്ട് എന്ന് വ്യാസമഹർഷി അടിവരയിട്ട് പറഞ്ഞു തരിക. നിങ്ങൾ ഓരോരുത്തരിലും അത്രയും ശക്തിയുണ്ട്. നമ്മളെല്ലാം കൊണ്ടും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ വെറുതെ വായോണ്ട് പറഞ്ഞാൽ പോരാ. സ്ത്രീ ശക്തി നമ്മുടെ ഉള്ളിൽ വരണം. എന്ന് വെച്ച് എല്ലാവരെയും പിടിച്ചടിക്കണം എന്നല്ല, വേണ്ട വിധത്തിൽ ഉപദേശിക്കണം. സ്ത്രീ ശക്തിയുടെ ഉപദേശം കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ മമ്മിയൂരപ്പന്റെ മുമ്പിൽ വെച്ച് പറയാണ്, അർദ്ധനാരീശ്വര തത്വം ലോകത്തിന് പഠിപ്പിച്ചത് ഭഗവാനാണ്. തൻ്റെ പാതി തൻ്റെ സ്ത്രീയാണെന്ന് കാണിച്ചു തന്നു. നമ്മളും ഇപ്പോഴും നല്ല ദാമ്പത്യം കിട്ടണമെങ്കിൽ ആരെയാ പ്രാപിക്കുക? ഉമാമഹേശ്വരനെ പ്രാപിക്കും. കാരണം ഉമാമഹേശ്വരനെ പോലെ ഭവാനീവ ഭവം പ്രഭും, ഭവാനി എങ്ങനെയാണോ ഭവനെ ശുശ്രൂഷിച്ചത് അതുപോലെ ശുശ്രൂഷിക്കാൻ ഓരോരുത്തർക്കും ഇടവരണേ, അതിനു വേണ്ടിയിട്ടുള്ളതായ ഭാഗ്യം നമുക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത് വെച്ചിട്ട് വെറും ഒന്നിനും കൊള്ളാതിരുന്നിട്ടും കാര്യമില്ല. സ്ത്രീ ഗൃഹിണി ഗൃഹമുച്യത എന്നാണ്. ഒരു സ്ത്രീയാണ് വീടിനെ ഗൃഹമാക്കുന്നത്. ഗൃഹമാക്കണമെങ്കിൽ ഗൃഹിണി വേണം. ഗൃഹിണി എങ്ങനെയാവണം? വീടിനെ വൃത്തിയാക്കി വെച്ചുകൊണ്ട്, വീട്ടിലെ സാധനങ്ങൾക്കൊക്കെ ഒരു അടിത്തോർമ്മ വെച്ചുകൊണ്ട്, വീട്ടിലുള്ളവരെയൊക്കെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചുകൊണ്ട്, എന്നാൽ അതിനോടൊപ്പം തനിക്കും ഒരു വ്യക്തിത്വം സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഇരിക്കണം. അവളില്ലെങ്കിൽ ഞങ്ങളില്ലാന്ന് തോന്നണം, തോന്നിപ്പിക്കണം. അത് വെച്ചിട്ട് അടിക്കാനും പഠിക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല.
വഴക്ക് കൂടാനും ആരും പറഞ്ഞിട്ടില്ല. സ്നേഹം കൊണ്ട്, ദയ കൊണ്ട്, ശൗര്യം കൊണ്ട്, വീര്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കാമെന്ന് മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ നിരത്തിക്കൊണ്ടാണ് വേദവ്യാസൻ ആണയിട്ട് പറഞ്ഞത്. ആ പറഞ്ഞതൊന്നും വെറുതെ അല്ല. പഞ്ചമോ വേദ ഇത്യുച്യതേന്നാണ്. മഹാഭാരതം 5ാമത്തെ വേദമാണ്. നമുക്കൊക്കെ എന്താണ് നിയമം? വേദത്തിൽ പറഞ്ഞതാണ് നമുക്ക് നിയമം. വേദവാക്ക് ഇങ്ങനെയാ, വിധി നിഷേധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യാതിരിക്കൂ, ഇത് വേണം, ഇത് പാടില്ല എന്ന് വേദം നമ്മളെ അനുശാസിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു വേദമാണ് പഞ്ചമോ വേദം, 5ാമത്തെ വേദമെന്നറിയപ്പെടുന്ന ഈ മഹാഭാരതം. അതിന് നമുക്ക് ആ പ്രചോദനം നൽകിയ വേദവ്യാസ മഹർഷിയെ എപ്പോഴും തന്നെ ധ്യാനിക്കുകയാണ് വേണ്ടത്. ഏതായാലും ഇത്ര നേരം നിങ്ങൾ എനിക്കറിഞ്ഞതുപോലെയൊക്കെ പറഞ്ഞു ആ ഭാരത കഥ. ശരിക്കും മഹാഭാരതം വായിക്കണം. മഹാഭാരതം വായിക്കുമ്പോഴാണ് അതിൽ ഓരോ കഥാപാത്രങ്ങളും നമ്മളെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പുരുഷ കഥാപാത്രങ്ങൾക്കൊണ്ട് പ്രാധാന്യമില്ല എന്നല്ല, അവരും പ്രാധാന്യമുള്ളവർ തന്നെയാണ്. പക്ഷേ ആ മഹാഭാരതത്തിലെ സ്ത്രീ രത്നങ്ങൾ അവരില്ലെങ്കിൽ മഹാഭാരതമേ ഇല്ല. അത് നമ്മൾ ഓർക്കണം. ഈ മമ്മിയൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് എനിക്കിത് പറയാനും ആ ഭഗവാനെ കേൾപ്പിക്കാനും സാധിച്ചതിന് ഈ സംഘാടകരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. കേട്ടിരുന്നവർക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എനിക്കും പ്രത്യേകിച്ച് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സർവത്ര ദേവനാമ സങ്കീർത്തനം. മഹാദേവായ തേ നമഃ.